ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ കലാമണ്ഡലം രാജൻ ആശാൻ, കുഴിക്കാട് പ്രദീപ് എന്നീ രണ്ട് വ്യക്തികളാണ്. ധാരാളം അടുപ്പങ്ങളുള്ള രണ്ട് വ്യക്തികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും. കലാമണ്ഡലം രാജൻ എന്ന കലാകാരൻ എൻ്റെ മൂത്ത സഹോദരനായി, എൻ്റെ സീനിയറായി കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്ന വ്യക്തിയാണ്. വളരെ നല്ല ഗുരുവായൂർ സ്വദേശിയായ അദ്ദേഹം നല്ല ഒരു കൊട്ട് പാരമ്പര്യത്തിൽ നിന്ന്, കലാപാരമ്പര്യത്തിൽ നിന്ന് വളർന്ന കലാകാരനാണ്. തിരുവേങ്കടം ഗോപി വെളിച്ചപ്പാടിൻ്റെ മൂത്ത മകനായ കലാമണ്ഡലം രാജൻ കലാമണ്ഡലത്തിൽ ചന്ദ്രമന ഡേശാന, ചെന്നിപ്പുളാശാൻ എന്നിവരുടെ കീഴിൽ വളരെ വിദഗ്ധമായി പരിശീലനം സിദ്ധിച്ച ഒരു കലാകാരനാണ്. കൊട്ടിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഉരുളുകൈയിൻ്റെ മാധുര്യം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന കാലത്ത് ഞാൻ ധാരാളം അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. അത്രയധികം ആസ്വദിച്ച് അദ്ദേഹം കൊട്ടിയിരുന്നു ഒരു കാലത്ത്. പിന്നീട് കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിരവധി അദ്ദേഹം സ്ഥിരമായ ജോലികൾക്ക് വേണ്ടി പല ഇടങ്ങളിലും പോയി. പോലീസിൽ വരെ ചേർന്നു. വീണ്ടും കലാമണ്ഡലത്തിൽ അധ്യാപകനാവുകയും അവിടുന്ന് വിരമിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടോ കുട്ടിനോടുള്ള ശ്രദ്ധ അദ്ദേഹത്തിന് അല്പം കുറഞ്ഞുവോ എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. ഞാനതൊരു വിമർശനമായി പറയുന്നതല്ല, ഒരു നിരീക്ഷണമായി പറയുന്നതാണ് എന്ന് കരുതിയാൽ മതി. എങ്ങനെയും ധാരാളം അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അത് മറ്റ് പാനയോഗം, കലയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ വിദഗ്ധമായ അറിവ് അദ്ദേഹത്തിനുണ്ട്. കഥകളിയുമായും കലാകാരന്മാരുമായും ധാരാളം സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. തൻ്റെ ഉള്ളിലുള്ള അത്തരം ഓർമ്മകൾ വളരെ ഹൃദ്യമായി പറയാനുള്ള ശേഷിയും കഴിവും അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് തുടർന്ന് വരുന്ന സംസാരത്തിലൂടെ കേൾക്കാം. ഒരുപക്ഷെ വളരെ ദീർഘമായ ഒരു സംഭാഷണമാണ് അത്. പലപ്പോഴും നമുക്ക് അത്തരം ദീർഘമായ സംഭാഷണം വേണ്ടതുണ്ടോ, കുറയ്ക്കാവുന്നതല്ലേ എന്നൊക്കെ തോന്നുന്നതാണ്. പക്ഷേ ആ സംസാരത്തിൻ്റെ ശൈലി എനിക്കത് അപ്പാടെ ഇതിൽ ചേർക്കുകയാണ് നല്ലത് എന്ന് തോന്നി. അത് 3 എപ്പിസോഡുകളിലായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയും രാജേട്ടൻ്റെ ഈ അനുഭവ വർത്തമാനങ്ങൾ നമുക്ക് വളരെ താല്പര്യത്തോടു കൂടി തന്നെ കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രദീപ് കുഴിക്കാട്. അദ്ദേഹം കുന്നംകുളം സ്വദേശിയാണ്. ഗുരുവായൂർ കലാചേതന കഥകളി ക്ലബ്ബ് ഉണ്ടായിരുന്ന കാലത്ത് അക്കാലത്ത് തന്നെ അദ്ദേഹം കഥകളിയുമായി ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് വേദിക തൃശ്ശൂർ തുടങ്ങിയപ്പോൾ അതിലും വളരെ കാര്യമായ പ്രവർത്തനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം കഥകളിയുമായും കലാകാരന്മാരുമായും വളരെ ആത്മാർത്ഥമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. സമ്പ്രദായ ഭജനയും കച്ചേരികളും
നിരവധി കേൾക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തി വളരെ മടിച്ചാണ് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് സമ്മതിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ രാജേട്ടൻ്റെ ഈ ചോദ്യങ്ങൾക്ക് വളരെ ഒരു സൂത്രശാലിയെപ്പോലെ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ച് ഇടപെടിക്കുന്നതും ഒക്കെ നമുക്ക് ഇതിൽ കേൾക്കാവുന്നതാണ്. ഈ ഇത്ര ദൈർഘ്യമേറിയ ഈ ചോദ്യോത്തരങ്ങൾ കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് പ്രദീപിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയും ഈ ഇത്തരം ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ കാര്യമായി തന്നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം രാജേട്ടാ. സന്തോഷം. അപ്പോൾ നമ്മൾ രാജേട്ടൻ്റെ ഒരു കലാജീവിതത്തിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടൊന്ന് അറിയുക എന്നുള്ളതാണ് ഈ ഒരു അഭിമുഖത്തിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ രാജേട്ടൻ പഠിച്ച പശ്ചാത്തലം, അല്ലെങ്കിൽ പഠിക്കാനുണ്ടായ പശ്ചാത്തലം, പാരമ്പര്യമായിട്ട് ഇത് കെട്ടി വന്നതാണോ, അങ്ങനെയുള്ള മൊത്തം രാജേട്ടൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുക എന്നുള്ളതാണ്. രാജേട്ടൻ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. തായമ്പക, കഥകളിക്കൊട്ട്, പിന്നെ പാനക്കൊട്ട്, മേളം, അങ്ങനെ പല വാദ്യവിഭാഗങ്ങളിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. വില്ലുമ്പ തായമ്പക, അത് ഞാനിപ്പോൾ അറിയുന്ന ഒരു കഥയാണ്. അപ്പോൾ അപ്പം അങ്ങനെ എല്ലാ നിലയ്ക്കും വാദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം തന്നെയായിരുന്നു രാജേട്ടൻ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് അറിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് നേരം സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അഭിമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് രാജേട്ടൻ ഈ ഒരു കലാ ജീവിതത്തിലേക്ക് വരാനുണ്ടായ, അല്ലെങ്കിൽ വാദ്യം പഠിക്കാനുണ്ടായ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കാരണം എന്താണ്? എങ്ങനെയാണ് ആ ഇതിലേക്ക് വരാനുണ്ടായൊരു സന്ദർഭം എന്താണ്? അതിലൊരു പാരമ്പര്യത്തിൻ്റെ ശക്തി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് മുത്തശ്ശൻ മുതലൊക്കെ വാദ്യത്തിൻ്റെ ഒരു പാരമ്പര്യം ഉള്ളൊരു കുടുംബമാണ് എന്നാണ്. അച്ഛൻ വലിയ വെളിച്ചപ്പാടായിരുന്നു, പാനയുടെയൊക്കെ അനുഷ്ഠാന കലയായിട്ടുള്ള പാനയുടെയൊക്കെ ഒരു പ്രയോക്താവായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു, നമുക്ക് അവിടുന്ന് തുടങ്ങാം, എങ്ങനെയാണ് ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണോ രാജേട്ടൻ വന്നത്, അതോ ആ പാരമ്പര്യം രാജേട്ടനെ സ്വാധീനിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും അറിഞ്ഞാൽ തിരക്കിടില്ല. എനിക്ക് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, എനിക്ക് വളരെ കുട്ടിയിൽ എന്ന് പറഞ്ഞാൽ 5 വയസ്സ് 6 വയസ്സ് ഓർമ്മ വയ്ക്കണമെടുക്കുന്നുണ്ടല്ലോ. ചെണ്ട കണ്ട ചെണ്ടയാണ്, തുള്ളൽ അച്ഛൻ്റെ വെളിച്ചപ്പാട് കണ്ട അതാണ്, ആന കണ്ട ആനയാക്കൾ. ആ പ്രായത്തിൽ തന്നെ ഈ പാനയ്ക്ക് പോവാറുണ്ട് അച്ഛൻ്റെ ഒപ്പം. കൈ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇരുത്തും. അപ്പോൾ ഞങ്ങൾക്ക് ഈ പാനയ്ക്ക് ചെണ്ട, മറ്റേ ഏലത്താളം, ചേങ്കില അതായത് പാണി എന്നൊരു ഒറ്റ വശമുണ്ട്, അതുണ്ട്. അപ്പോൾ ആ ചേങ്ങിലാണ് ഞങ്ങൾക്ക് അത് ആദ്യം കൊട്ടാൻ കിട്ടുക. അതാണ് ആദ്യം തരിക. ചിലങ്ങളും കടയും, അപ്പോൾ താഴ്ത്ത് വയ്ക്കും, പിന്നെ എടുക്കും. അപ്പോൾ അത് അടുത്തിരിക്കുന്ന കുട്ടികൾ എൻ്റെ പ്രായക്കാർ വേറെ ഉണ്ടാവും, അവർ ചോദിക്കുമ്പോൾ കറക്റ്റ് നല്ല ലേശം കൂടി കൂട്ടട്ടെ ഉണ്ടല്ലോ. അങ്ങനെ അതിമ്പിൽ നിന്ന് കഴിഞ്ഞ് ഒച്ച കഴിഞ്ഞ് ആ തേങ്ങലയോടുള്ള ഭ്രമം കുറച്ചിങ്ങനെ കഴിഞ്ഞിടങ്ങിയപ്പോൾ ഇളത്താളം കയറി. അതൊക്കെ എത്ര 5, 6, 7 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പോഴേക്കാണ് തുടങ്ങിയെന്ന് കൊടുത്തോ. അച്ഛൻ കൊണ്ടിരിക്കും, ഉറങ്ങൊന്നുമില്ല. അതൊരു രാത്രി 11 മണി 11:30 വരെയൊക്കെ ചിലപ്പോൾ ആ കാലത്തൊക്കെ. അപ്പോൾ അത് അന്ന് തുടങ്ങി. പിന്നീട് നോക്കുമ്പോൾ ഇതിന് ഇങ്ങനെ വരുമാനമൊക്കെ കുറവാണേ, പൈസയൊക്കെ കുറവാകുമ്പോൾ ഓരോരുത്തരിങ്ങനെ ഇതായപ്പോൾ എനിക്ക് സ്വയം തോന്നി തുടങ്ങി ചെണ്ടയിലേക്കൊന്ന് കയറിയാൽ എന്താ, അങ്ങനെയുണ്ടല്ലോ. ചെണ്ടയാണ് എൻ്റെ ജീവാംശം. അപ്പോൾ എനിക്ക് ചെണ്ടയിലേക്ക് കയറിയാൽ ഞാൻ അച്ഛനോട് ഇങ്ങനെ മോഹം പറയുന്നതാണ്. അച്ഛൻ്റെ പിന്നാലെ പോകുമ്പോഴേ അന്ന് ഗ്ലാസ്സുകൾക്കാണ്, ടോർച്ചൊന്നുള്ള കാലമല്ല. ഗ്ലാസ്സുകൾക്ക് പിടിച്ചിട്ട് പിന്നാലെ പോകും. അതൊക്കെ ഏത് കാലം? കൊല്ലൊന്നും പറയാൻ ചോദിച്ചാൽ കിശില്ല, അത് നല്ല ഓർമ്മയില്ല. ഒരു 5 വയസ്സൊക്കെ പ്രായം, 55 അതൊക്കെ ഈ പറഞ്ഞ പോലെയാണ്. ചോദിച്ചാൽ ശരിയില്ല. സ്കൂൾ പഠിക്കാൻ നല്ല പഠിക്കണ്ടായിരുന്നത്. അപ്പം അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം അത് കഷ്ടി 5 അത് തിരുവങ്ങോട് സ്കൂളത്തെ പഠിപ്പായിട്ടും ആ കാര്യങ്ങൾ 4 കൊല്ലം ശരിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അതിനെ അന്നത്തെ മലയാളം കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്, അക്ഷരങ്ങളതൊക്കെ. ഇംഗ്ലീഷൊന്നും ആവശ്യമല്ല. അപ്പോൾ അന്ന് ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ആയിട്ട് ഈ 4ാം ക്ലാസ്സിൽ തൊട്ടിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അതിന് പ്രത്യേകം ഞങ്ങളുടെ അടുത്തൊരു മാഷുണ്ട്, ജെയിംസ് മാഷ്, ഒരു മാഷുണ്ട്. അദ്ദേഹം ഒന്നുകൊണ്ട് മരിച്ചിട്ടില്ല, 99 വയസ്സായി അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹമാണ് ഈ അക്ഷരം എഴുതിക്കുക, ABCD 16 അക്ഷരം. അതിൽ വലിയ അക്ഷരം ഉണ്ട്, ചെറിയ അക്ഷരമുണ്ട്, വേറൊരു തരം അക്ഷരമുണ്ട്.
അങ്ങനെ 3 തരം. ഇത് കക്ഷി ഞാൻ അന്ന് എഴുതിയിരുന്നു. അതൊന്ന് എനിക്കൊരു ഗുണം കിട്ടിയത് എന്താ വെച്ചാൽ RJAN രാജൻ ഉപ്പിടും, KUTTAN കുട്ടൻ ഉപ്പിടും, 26 അക്ഷരവും. അത് കൂട്ടി വെച്ച് കഴിക്കാൻ ഇച്ചില്ല, പഠിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അങ്ങനെ ഈ 4ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സാവുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ പാസ്സായി. ഇവിടെ മമ്മിയൊരു ലിറ്റിൽ ഫ്ലോർ കോൺവെന്റ് സ്കൂളുണ്ട്, കന്യാസ്ത്രീകൾ നടത്തുന്നത്. അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് നല്ല ദരിദ്രമുള്ള കാലമാണ്. കുട്ടികളാച്ചാൽ കുറച്ച് ആൾക്കാർ ഭയങ്കര ഭക്ഷണയും പാടമൊക്കെ ഉള്ള കാലം കൊണ്ട് ഈ പുസ്തകമൊക്കെ 5ാം ക്ലാസ്സിലേക്ക് എത്തിയുമ്പോഴേക്കും ആ നോട്ട് ഈ നോട്ട് ഇരട്ടവര കോപ്പി ഇങ്ങനെ ബുദ്ധിമുട്ട്. അപ്പോൾ അച്ഛനെ കൊണ്ട് അച്ഛൻ്റെ ഈ വെളിച്ചപ്പാട് എന്നുള്ളതെനിക്ക് ഇങ്ങനെ ആയി വരുമ്പോൾ ടീച്ചർമാർ അന്ന് കുട്ടികളെ അന്വേഷിച്ച് നടക്കും ഓരോ വീട്ടുകളിലും. അച്ഛൻ്റെ ഏറ്റവും ബന്ധപ്പെട്ടുള്ള ആളായിരുന്നു ഈ മമ്മിയുടെ അടുത്തൊരു വീട്ടിൽ കീഴിൽ ലീല ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ ഇങ്ങനെ വന്ന കൂട്ടത്തിൽ വന്ന് വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞു 5ാം ക്ലാസ്സിലേക്ക് കുട്ടികളും ഉണ്ടെങ്കിൽ വിളിച്ചപ്പാടെ ഒന്ന് ചേർത്ത് തരൂ, ഉണ്ടെങ്കിൽ തരാമെന്ന്. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, കൊണ്ടുപോകാൻ വിരോധമൊന്നുമില്ല. അപ്പോൾ ഞാൻ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ഒരു ഉപകാരം ചില കാര്യങ്ങളുണ്ട് വെച്ചാൽ വസ്ത്രം അവിടുന്ന് കൊടുക്കും, പുസ്തകങ്ങൾ അവിടുന്ന് കൊടുക്കും, പേന അവിടുന്ന് കൊടുക്കും, ഒരു നേരത്തെ ഭക്ഷണവും കൊടുക്കും. അപ്പം എന്നാൽ പിന്നെ എന്താ പഠിക്കാനുള്ളത് എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല, അച്ഛനോട് അങ്ങനെ കരുത്ത് പറയാനൊന്നും ഇല്ല വെച്ചിട്ട് ആ ടീച്ചർ പേരൊക്കെ എഴുതി പൂജ ചെയ്തു. എനിക്ക് തൊഴിൽക്കെട്ട് തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് കല്യാണശ്രീമണത്തിൽ പഠിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് പെണ്ണുങ്ങളുടെ സ്കൂളിലല്ല പഠിക്കേണ്ടത്, അങ്ങനെയാണ്, അങ്ങനെ കാക്കാച്ചികൾ അങ്ങനെ അയ്യോ പറയാൻ പാടില്ല, എനിക്കിഷ്ടമല്ല അങ്ങനെയല്ല. അപ്പം അമ്മോട് ഇങ്ങനെ ശല്യം ചെയ്യാം, എനിക്ക് വേണ്ട പഠിക്കേണ്ട. അല്ല ചാപ്പം അമ്മ ചുണ്ടിയെടുക്കും, ഇവിടുത്തെ എല്ലാവരും കൂടി ചേച്ചിക്ക് സ്കൂളിൽ അവിടെ പോകണം ഇവിടെ പോകണമൊക്കെ കൂടി നടക്കില്ല, എങ്ങനെയെങ്കിലും പൊക്കോ പഠിച്ചോ, പഠിക്കേണ്ടത് ഇപ്പോൾ എവിടെയാന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും ചേർത്ത് പോകാൻ തുടങ്ങി. അന്ന് അത്രയേ ഉള്ളൂ. ജോലി ഉണ്ടെങ്കിലും അത് കയ്യിൽ കിട്ടില്ല. അന്ന് മല്ലിശ്ശേരിമ്പൂരി ഊരാളനായിരുന്നല്ലോ, പൂരവരപ്പെട്ട ഊരാളനാണ്. അദ്ദേഹത്തിൻ്റെ ശിപായി എന്നുള്ള നിലയ്ക്ക് ആണ് അച്ഛന് ചെറിയൊരു വരുമാനം. അതായത് കൊല്ലത്തിൽ ഓണം വന്നാൽ 25 ഉറുപ്പിക കൊടുക്കും, ഒരു മുണ്ടും കൊടുക്കും. വിഷു വന്നാൽ 25 ഉറുപ്പിക കൊടുക്കും. പിന്നെ അച്ഛൻ്റെ താമസത്യം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചു മേടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അച്ഛൻ എല്ലാ മാസവും ചെന്ന് ഒപ്പിട്ട് കൊടുക്കും. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചൂഷണം തന്നെയായിരുന്നു. ഇന്നും എനിക്ക് മല്ലിശ്ശേരിക്കാരോട് അത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു ഇത് കിടപ്പുണ്ട്. അച്ഛൻ പാവം അറിയില്ല, അച്ഛന് വിദ്യാഭ്യാസം ഇല്ലല്ലോ, വലിയ കാര്യമൊന്നുമില്ല, കുറച്ചിങ്ങനെ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇതാണ് കിട്ടുക. അതുപോലെ പ്രസവിക്കേണ്ട സമയമായാൽ അങ്ങനെ എന്തെങ്കിലും പ്രാരാബ്ധം അച്ഛന്ന് പറഞ്ഞാൽ ഈ 25 അങ്ങ് ഒട്ടും കൂടില്ല, അങ്ങനെ കിട്ടും. അങ്ങനെയുള്ളൊരു ജീവിതം. പിന്നെ വെളിച്ചപ്പാടിനൊന്നും വരുമ്പോൾ തിരയങ്കടത്തുനിന്ന് എന്തെങ്കിലും അതും കിട്ടണമെങ്കിൽ ഈ വൃക്ഷമാസം തുടങ്ങണം. ഒന്നുമില്ല, മറ്റത് അവിടെ ഒന്നുമില്ലേ. ഒരു ബ്രാന്തിൽ വരും, പൂജയ്ക്കും മനയ്ക്കുന്ന എന്താ വെച്ചാൽ കൊടുക്കും. അപ്പോൾ അച്ഛൻ എന്തായാലും ആ സേവ കർക്കിടക മാസം 12 ദിവസം. അപ്പോൾ ഈ കർക്കിടത്തിൽ 12 ദിവസം ഭജനം തന്നെയാണ് നടത്തും. ആ ഭജനത്തിന് അച്ഛൻ്റെ ഒരു ദുഃഖം ആലോചിച്ച് പോയി. താടിയൊക്കെ എനിക്ക് പറഞ്ഞാൽ കരച്ചിലാണ് വരിക, ആദ്യം കണ്ണീരാണ് വലിയ. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണമെന്ന്. പക്ഷെ അച്ഛൻ പറയും വേണ്ട, അത് അച്ഛൻ 2 മണിക്കൊക്കെ എണീക്കുക, ക്ലോക്കും വാച്ചൊന്നുമില്ല. പാട്ടൊന്നിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ചങ്ങല വിളക്ക് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. അതിൽ അന്ന് കടലെണ്ണ ഒഴിച്ചിട്ട് 2 തിരിയിട്ടുണ്ടാവും. ആ തിരിയുടെ വെളിച്ചത്തിലാണ് ഇതും. അപ്പോൾ ഞാനും ഇങ്ങനെ ഉറങ്ങിയിട്ട് നോക്കുമ്പോൾ സമയമൊന്നും പറയാൻ പറ്റില്ല. ഗുരുവായൂർ അമ്പലത്തിലെ മണി അടിക്കണതാണ് ഞങ്ങൾക്ക് സമയം. അപ്പോൾ നോക്കുമ്പോൾ 2 മണി അടിക്കുന്നുണ്ടാവും. 2 മണി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഉറക്കം വരും. ഒറ്റയ്ക്കല്ലേ കിടക്കണ ഈ പാട്ടൊന്നില്ലേ, 4 വരെ അഴിയാണ്. അപ്പോൾ നോക്കുമ്പോൾ പരിപ്പറം, അപ്പോൾ തിരിഞ്ഞെടുക്കും മറിഞ്ഞെടുക്കും ഒരായ അങ്ങനെ കഴിക്കുമ്പോൾ 2 അടിക്കുന്നുണ്ടാവും. അപ്പോൾ 2 മണിക്കാണ്, ആ 2 മണിക്ക് എൻ്റെ മുമ്പേ അച്ഛൻ നീച്ച് കുളിക്കാൻ പോയി എന്നർത്ഥം. അപ്പോൾ വളരെയധികം ഒരു ദാരിദ്ര്യമായിട്ടുള്ള കുടുംബ പശ്ചാത്തലം, എല്ലാ വിദ്യകളും. ഇനി വേറെ എന്നിട്ട് പിന്നെ എങ്ങനെയാ വിദ്യാഭ്യാസം? അവിടെ 5ാം ക്ലാസ്സിൽ ഇങ്ങനെ പോയി, ഒരു കൊല്ലം തോൽക്കുന്നുള്ള എന്നെ അംശയിൽ കഴിച്ചാൽ ഞാൻ പോയില്ല സ്കൂളിലേക്ക്. എനിക്ക് അന്നുള്ളൊരു പ്രത്യേകം എന്താ വെച്ചാൽ അന്ന് ഗുരുവായൂർ കേശവനാരായണ നല്ല കാല മുത്തച്ഛൻ അച്ഛൻ നായർ ഈ കേശവനാരായണയുടെ 1ാം പാപ്പാന. അതിനെ അന്ന് പിന്നെ ഇതാക്കിയത് ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ പറമ്പാണ്. അന്ന് അത് ദേവസ്വം കഷ്ടിച്ച് ഏറ്റെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ പറമ്പിലാണ് ഈ കേശവനാനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ 2-3 ആനകൾ ആയിട്ട് കെട്ടുക. അപ്പോൾ ഈ കേശവനാനോടുള്ള ഭ്രമം ഒരു വശം, സ്കൂളിലേക്ക് പോകാണ്ടിരിക്കുക.
അപ്പോൾ അതിനെ ആ കുളിപ്പിക്കണ ആ കാട്ടിൽ ഇതിനെ നോക്കി നിൽക്കുക. ഒരു പുസ്തകമോ 2 പുസ്തകമോ അമ്മ പുസ്തകം ഇല്ലാണ്ട് പോവുക എന്നൊക്കെ അമ്മ ചീത്തറിഞ്ഞു തുടങ്ങിയാൽ 1-2 പുസ്തകം എടുത്ത് കയ്യിലേക്കും അമ്മയുടെ കണ്ണ് കയറ്റിയത് ഇവിടെ തിരിക്കും ട്രൗസറിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അവിടെ പോയിരിക്കും. പേനയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 5ാം ക്ലാസ്സിന് ശേഷം പിന്നെ ഈ വിദ്യാഭ്യാസം എന്താണ്? 6 വരെ പോയി. അതോട് നിർത്തി. 6 പോയപ്പോൾ നിർത്തി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പം തോന്നിക്ക് ഈ പഠിച്ചാൽ കഴിയില്ല, അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ടാണോ ഈ വാദ്യകലാരംഗം? അത് കഴിഞ്ഞിട്ടാണ്. അതിന്റെ മുമ്പ് ഈ പാട്ട്. അച്ഛൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നോ അതോ രാജേട്ടൻ്റെ ഒരു മോഹമായിരുന്നു? എൻ്റെ മോഹം. അപ്പോൾ ഞാൻ ചെണ്ടയമ്പിലേക്ക് ഇങ്ങനെ കയറി, അച്ഛൻ മുമ്പിൽ കൂട്ടുക, അച്ഛൻ ശരിക്കും അല്ലെങ്കിൽ വലിയ മാമ, അച്ഛൻ്റെ അമ്മാമ കൃഷ്ണനായരുണ്ടായിരുന്നു, കാഞ്ഞുള്ളി കൃഷ്ണനായർ. അദ്ദേഹം കൂട്ടുമ്പോഴും ആയാലും ശരി രണ്ടാമനായിട്ട് ഞാൻ ഇരിക്കും. ഇല്ല, ഈ പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൂക്കുരപാലൻ നായരുണ്ടാവും, ഈ വലിയ മാമ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ ഈ പ്രയോഗത്തിലേക്ക് വെളിച്ചപ്പെടലിലേക്കാണ് പോകും പ്രത്യേക ദിവസം. ആദ്യം ഈ പാന കൊട്ടാണോ പഠിപ്പിച്ചത് അതോ തായമ്പക? ഇല്ല, ആദ്യം പാനയെന്നാ തുടങ്ങി. അച്ഛൻ തായമ്പയും കൊട്ടിയിരുന്നില്ലേ? പിന്നീട് വയ്യാണ്ടേ മാറ്റി. നമ്മുടെ കാലം വന്നപ്പോൾ അദ്ദേഹം വയ്യാണ്ടേ. അങ്ങനെ ഈ അച്ഛൻ. അപ്പൊ ഈ അച്ഛന്റെ ഗുരുനാഥൻ ആരാ? അച്ഛന്റെ ഗുരുനാഥൻ അച്ഛൻ തന്നെ, കുട്ടപ്പൻ നായർ തന്നെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെണ്ട ഏറ്റി നടക്കണം എന്നൊക്കെ, ബസ്സും കാറൊന്നുമില്ല. അപ്പൊ ഈ ഗുരുവായൂരിൽ നിന്ന് മങ്ങാട്ടേക്ക് എരുമ്പപ്പെട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് അങ്ങനെ അറിയാലോ, ആ സ്ഥലത്തേക്കൊക്കെ ചെണ്ട ഏറ്റി അങ്ങോട്ടും നടക്കണം ഇങ്ങോട്ടും നടക്കണം, ഇങ്ങനെ എഴുന്നള്ളിപ്പിന് പോകണം. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ കുറേയൊക്കെ മൂപ്പര ഒപ്പം നടന്ന്, അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്ന്. അപ്പം അന്ന് ഈ കൂടെ പഠിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ? ചെണ്ട പഠിക്കാൻ ശിവരാമൻ, ഗുരുവായൂർ ശിവരാമൻ. ഞങ്ങൾ സതീർത്ഥരാണ്. അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചത്. അച്ഛനാണ് ആദ്യം ഈ പാനയിലേക്ക് വന്നിട്ട് തന്നെയാണ്. അതായത് ഞങ്ങൾ തിരുവങ്കടത്തുകാരൊക്കെ തന്നെ എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കേമത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തിരുവങ്കടത്ത് അമ്മയുടെ പാനയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വൃശ്ചികം 1-ാം തീയതി തൊട്ടിട്ട് ധനു 11 കൂടി അന്നാണ് ചെറുതാൽപ്പിലി എന്ന് അതിന് പറയാം. ആ ചെറുതാൽപ്പിലി പറഞ്ഞ ഒരു പാനയുടെ കമ്പിളി ചടങ്ങുകളുണ്ട്. ചെല്ലി കൂട്ടുക, മറ്റേ ദാരികവാദം ചെല്ലി കൂട്ടുക, കേശാദിവാദം വർണ്ണിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതിൽ കഥകളി പോലെ തന്നെയാണ്. ചെമ്പ, പതികാലം, 2-ാം കാലം, 3-ാം കാലം, അതുപോലെ അടുന്ത. നമുക്ക് പിന്നെ വരാം. നമുക്ക് ഈ എങ്ങനെയാണ് വാദ്യ ശിക്ഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് വാദ്യ പഠനം തുടർന്നത് എന്നൊന്ന് പറഞ്ഞാൽ. ഇത് പഠിച്ചിട്ട് അത് ശരിക്ക് ഇനിയിപ്പോൾ എന്താ പറയുക, ആദ്യവസാനം തന്നെ കുറേയൊക്കെ ചെയ്യാറായാലും ആദ്യവസാനം കിട്ടാറില്ല. വലിയമാമയ്ക്ക് വലിയമാമ ഉണ്ടാവും, അല്ലെങ്കിൽ ബാലനായരുണ്ടാവും, ഒരാളുണ്ടാവും. എനിക്കിങ്ങനെ ഈ മോഹം കൂടുതലുള്ള ആളാണ്. ആദ്യവസാനം കൊട്ടിയപ്പോൾ എന്താന്ന്, പക്ഷെ അത് ചെയ്യാറില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. എത്രാമത്തെ വയസ്സിലാണ് ഇപ്പോൾ? പള്ളിക്കൊക്കെ ഒരു 12 വയസ്സായിട്ടുണ്ട്. എവിടെ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം ഉണ്ടായത്? തിരുവങ്കടത്ത് തന്നെ. തിരുവങ്കടത്ത് അമ്മയാണ് എൻ്റെ അമ്മ. എനിക്ക് 3 അമ്മമാരാണ്. ഒന്ന് എൻ്റെ പാറയമ്പുറത്തെ, അതായത് ഇടവന അമ്മണിയമ്മ, 2 തിരുവങ്കടത്തെ അമ്മ, 3 കലാമണ്ഡലം. ഇങ്ങനെ 3 അമ്മമാരാണ് എനിക്ക്. സത്യം പറയണം, ആ 3 അമ്മമാരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. അവർ തന്നതാ എൻ്റെ കയ്യിലുള്ള എൻ്റെ അച്ഛനും. പിന്നെ കൂട്ടുകൽ ആശാണ്ട്. അങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ എന്നോട് എനിക്ക് അച്ഛനോട് പറഞ്ഞിരിക്കുന്നു, ആയമ്പോൾ കിട്ടണം ഒരു ആഗ്രഹമുണ്ട്, പഠിപ്പിച്ച് കിട്ടിയ തിരക്കിടൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ പ്രാരാബ്ദം കാരണം കൊണ്ട് പറയാനൊരു വിഷമമാണ്, പശ്ചാത്തലം അറിയാലോ. അങ്ങനെ അച്ഛൻ അത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ അച്ചാച്ചൻ്റെ ശിഷ്യൻ്റെ കുട്ടിക്കലെ കൃഷ്ണനായി. അദ്ദേഹം ഈ ബ്രഹ്മോളത്തുള്ള ആളാണ്. അദ്ദേഹം ഗുരുവായൂർ ദിവസത്തിലെ ആനക്കാരനാണ്. ആദ്യം പാവർട്ടിയിൽ ഒരു അവിടുത്തെ ഒരു ആനക്കാരനായിരുന്നു. അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, ചിറക്കില ആനക്കാരനായിരുന്നു. അപ്പം അവിടുന്ന് മൂപ്പര് ഗുരുവായൂർ ദിവസം സ്ഥിരം കിട്ടിയപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് നിന്നത് ഞാൻ കാണുമ്പോൾ ഗുരുവായൂർ ഗജലക്ഷ്മി ഉണ്ടായിരുന്നില്ലേ, ലക്ഷ്മി കുട്ടിയാണ്, അതിൻ്റെ 1-ാം പാപ്പാനായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹത്തിന് ചെണ്ടോട്ട് മാത്രമല്ല, അദ്ദേഹം തയമ്പ് കൊട്ടും, ചെണ്ട കൊട്ടും, എല്ലാ മേളങ്ങളും കൊട്ടും. പിന്നെ വാവൂര് ഇതാക്കും, വെട്ടുപ്പായിട്ട് കൈകൊട്ടി കളി കളിക്കും. ഇങ്ങനെയുള്ള എല്ലാ സിദ്ധിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഏൽപ്പിച്ചു, അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇവർ 2 ആളെ എന്തെങ്കിലുമായി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ മുത്തച്ഛനൊക്കെ മരിച്ചു പോവുകയും ചെയ്തു, വലിയ കാരണന്മാരൊക്കെ മരിച്ചു പോയി. നോക്കിയപ്പോൾ ഞങ്ങൾ ഈ നായന്മാരുടെ കൂട്ടത്തിൽ തയമ്പ കൊട്ടാനാ, കേളി കൊട്ടാനാ, അങ്ങനെ ഒരു സന്ധ്യാല കൊട്ടാനൊന്നും ആരും ഇല്ല. അതിന് വേണമെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞന്മാരാർ ഗുരുവായൂരമ്പലത്തിൽ കുഞ്ഞന്മാരാർ മാത്രമേ ഈ നായന്മാരുടെ ഒപ്പം ഒന്നും ചെയ്തിരുന്നുള്ളൂ. മറ്റേ രാവണ്യമാരോ അങ്ങനെ കടവല്ലൂർ അച്ഛന്മാരൊന്നും ഞങ്ങളുടെ നായന്മാരൊന്നും ഒരു ജാതി സ്പിരിറ്റ് കാരണം കുഞ്ഞന്മാരാർക്ക് അങ്ങനെ ഇല്ല. അത് പറയാണ്ട വയ്യ.
അദ്ദേഹം അന്നൊക്കെ അത് വളരെയധികം നിൽക്കണ ഒരു കാലമാണ്. അദ്ദേഹം ഈ അച്ഛനോട് അത്ര ഭക്തിയായിരുന്നു. കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആർക്കൊക്കെ അസൂരി വരലും അച്ഛൻ അത് പോയി ചികിത്സിച്ച് ഭേദാക്കലും വെളിച്ചപ്പാട് ഗോപി വെളിച്ചപ്പാട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന്. അത്ര ഇതായിരുന്നു. ഇപ്പോൾ ചെണ്ട വേണച്ചാൽ അത് അവിടുന്ന് കൊടുക്കും. അങ്ങനെ അപ്പോൾ കുഞ്ഞന്മാരുടെ കാര്യത്തിന് അങ്ങടും അച്ഛൻ്റെ കാര്യത്തിന് കുഞ്ഞന്മാരും ഇങ്ങടും അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് ഈ കൃഷ്ണനായരാശാനെ കൊണ്ടുവരും. കൊട്ടിക്കലെ കൃഷ്ണനായർ എന്നാണ്, മരിച്ചു. കൊണ്ടുവന്ന് അദ്ദേഹമായിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്നെയും ശിവരാമനെയും പഠിപ്പിക്കുന്നത് കല്ലും കുട്ടിയായിട്ട്. അന്നത്തെ പഠിപ്പിന് തന്നെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ല, അന്ന് കുനിഞ്ഞിരിക്കണം. കുനിഞ്ഞ് ഇരുന്നിട്ട് എണ്ണീക്കാൻ വയ്യാണ്ട് ആയാൽ വിശറക്കണം. വിശർത്തിട്ട് ഈ പിന്നിലത്തെ കുഴിയിൽ തപ്പി വെക്കണം. ശരി, വിശർക്കുണ്ടെങ്കിൽ വിശർക്കാണ്ട് എണ്ണിക്കാൻ പറ്റില്ല, എണ്ണിച്ചാൽ പൊന്തില്ല. അപ്പോൾ ഈ രണ്ടാളും കുനിഞ്ഞിരുന്ന് ഈ പുളിമുട്ടിക്ക് പ്രത്യേകത ഉണ്ട്. എന്നുവെച്ചാൽ തലപ്പത്ത് കൊട്ടണ തലപ്പത്ത് കനം കൂട്ടി ഗീത മണ്ട് പിടിക്കണ ഭാഗത്തേക്ക് അങ്ങനെ ഇട്ടിട്ട് ചെത്തി ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഇരുന്ന് അങ്ങനെയാണ് ഈ തായമ്പകം മുഴുവൻ. അദ്ദേഹം ആനയ്ക്ക് തിരക്കൊന്നുമില്ല, എഴുന്നള്ളിപ്പൊന്നുമില്ല, ശിവയിലൊന്നുമില്ല. വെച്ചാൽ രാത്രി വരും, വെറുതെ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ എത്ര കാലം അഭ്യസനം ഉണ്ടായിട്ടാണ്? 2 കൊല്ലത്തോളം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടേ ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം അടിസ്ഥാനപരമായിട്ട് ഉറച്ചിട്ട് തന്നെ കൊല്ലത്തോളം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ കലാമണ്ഡലം ശൈലിയും ആ ശൈലിയും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ വ്യത്യാസം വെച്ചാൽ ഈ 4 ഇരട്ടിയൊക്കെ കൊട്ടുമ്പോൾ ഇത് ശരിക്കും മറിഞ്ഞു വന്നിരുന്നില്ല. എനിക്ക് വന്നിരുന്നില്ല, ശിവരാമന് വരില്ല. ശിവരാമന് 3 കാലം തക്കിയിട്ടേ കൂടുതൽ ആരോഹണം വയ്യ. ഞാൻ കട്ടിച്ച ഒരു വാശി പിടിച്ചിട്ട് 4-ാം കാലം കൊണ്ട് ചിലപ്പോൾ തെറ്റി അച്ഛനും വന്നിരിക്കും. ചിലപ്പോൾ അപ്പോൾ ആശ ഇല്ലാത്ത ദിവസം അച്ഛൻ വന്നിരിക്കും സാധനം ചെയ്യിപ്പിക്കാൻ വിളിച്ചാങ്ങളെ. അന്നത്തെ ഒന്നും പറയാനില്ല, സാധകം ഉണ്ടായിക്കോളും. അടിച്ചവിടെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ്. ശിവരാമൻ അടിക്കില്ല, എല്ലാ ദിവസവും മുഴുവൻ എൻ്റെ അടുത്ത്. അച്ഛന് ശുണ്ടി കൂടുതലുള്ള അങ്ങനെ സാധകം ചെയ്ത് ഞങ്ങൾ ആ 2 കൊല്ലം കൊണ്ട് തായമ്പക കഴിച്ചു. പിന്നെ തുടർന്ന് തായമ്പക കുറേശ്ശെ ഓരോ ദിക്കില്. അപ്പൊ അങ്ങനെ പോയി. അതിന്റെ മുമ്പേ തന്നെ ഞങ്ങൾക്ക് അദ്ദേഹം ഉണ്ടോ കൂടെ? ശിവരാമനുണ്ട്, ഒപ്പമുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ തല്ലൂട്ടാൻ തുടങ്ങി. എന്നുവെച്ചാൽ ശിവരാമന് 2ാമത് കൂട്ടണം. അത് ഞങ്ങൾ ഈ ഗുരുവായൂരമ്പലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ചിട്ടയായിട്ട് അറിയാമല്ലോ. അന്ന് ഈ കേശവേട്ടൻ്റെ ഒക്കെ നല്ല കാലം, തിരുവപ്പുറ രാമമാരെ, കുഞ്ഞികൃഷ്ണൻ പുതുയാള്, ശിവരാമ പുതുയാള്. അപ്പം ഞങ്ങൾ എന്ത് ചോദിച്ചാൽ 2 ആളും കൂടിയിട്ട് ഉത്സവകാലത്തൊക്കെ പ്രത്യേകിച്ച് എപ്പോഴാ തായമ്പോ കണ്ടോ ഞങ്ങൾ പൂ രാത്രി ആ സമയത്തേക്ക് കറക്റ്റായിട്ട് പൂ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ തന്നെ ധാരാളം അമ്പലങ്ങളുണ്ടല്ലോ, ഭഗവതി ക്ഷേത്രം. ആ പൂവോടെയൊക്കെ നാരായണങ്ങാരെയോ കോഴിക്കുളങ്ങാരെയോ അവിടെ. പിന്നെ ഈ നാരങ്ങങ്ങളെയും കോഴിക്കുളങ്ങാരെയും കൊച്ചളങ്ങാരെയൊക്കെ ഞങ്ങളുടെ ഇതാണ് അച്ഛൻ്റെ അടിയന്തരത്തിൽ പെട്ടത്. ഈ കുന്നംകുളം ഏരിയയാണ് ചീരക്കുളങ്ങാരെ, അനവധി പൂരങ്ങളാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പൂരങ്ങൾ അന്ന് ധാരാളം. എന്നാലോ പൂരത്തിന് പോയാൽ രാവിലെ അങ്ങോട്ട് ചെല്ലണം. 8 മണി 8 മണിക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു മേളം എന്തായാലും പൊട്ടി കാണിക്കണം, കൊട്ടിയെറിയിക്കണം. അപ്പൊ മേളം ഇതോടുകൂടി തന്നെ പഠിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സേവയുണ്ട്, ഈ 3 അമ്പലത്തിലേക്ക് സേവയുണ്ട്. അതിനും കൂടി ഇത് ഉപകരിക്കും. അപ്പൊ ഒപ്പം നിന്ന് കൊട്ടി മേളൊക്കെ പഠിച്ചിരിക്കും. പാണ്ടിയും പഞ്ചായത്തിയൊക്കെ അങ്ങനെ. പിന്നെ ഈ കുന്നംകുളം ഏരിയയിലുള്ള പൂരങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ മാരാമാര് വേണോ അങ്ങനെ ഒരു നിഷ്കർഷമില്ല. പണ്ട് മുതലേ ഇല്ല. ഗുരുവായൂരമ്പലത്തില് മാത്രം ഒരു പ്രത്യേകത. അവിടേക്ക് ഈ കാവുകളാണല്ലോ. അതെ അതെ. പിന്നെ ചെറിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വന്ന് ഈ ചെട്ടിയായിരിക്കില്ല, അവിടെ ചെറിയ പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും അതുപോലെ തന്നെ. പക്ഷെ ഇപ്പൊക്കെ മാറ്റി. അങ്ങനെ എത്ര കാലം ഈ തായമ്പകയായിട്ട്? അങ്ങനെ ആ 14 വയസ്സ് കലാമണ്ഡലത്തിൽ 1968 അതുവരെ ഇത് തുടർന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഈ കലാമണ്ഡലത്തിൽ ചേരാനുണ്ടായത്? ആ കലാമണ്ഡലത്തിൽ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ എന്തായാലും അതിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഇന്നുണ്ട് ഞാൻ കുട്ടിയിൽ ശീലിപ്പിച്ചിട്ടുള്ള. അന്ന് തന്നെ കഥകളിക്കൊക്കെ കഥകളി അറിയില്ല, അന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കത്തിൽ എനിക്ക് ഇപ്പോഴും ഉണ്ടെന്നുണ്ട്. ഇപ്പം ഇന്നലെ രാത്രി കിടക്കാന്ന് പറഞ്ഞു കൊടുത്തല് ഒരു 2 മണി 1:30 മണിയാകുമ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കണം. അത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ശീലിപ്പിച്ചിട്ടുള്ള. അച്ഛൻ എണീപ്പിച്ച എല്ലാ മക്കളെയും കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട്, അന്ന് ഒരു ഓവ ഉണ്ടാവുള്ളൂ, ഓവിൽ മൂത്രം ഒഴിപ്പിക്കില്ല, ശീലാക്കില്ല. ആൺകുട്ടികളെ തീരില്ല. കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി. അച്ഛന് 11 മക്കളുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അന്നുള്ള 4 ആളൊക്കെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കും.
എന്നിട്ട് വന്ന് രണ്ടാമത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ശീലം ഇന്ന് ഈ 73 വയസ്സിൽ എനിക്കുണ്ട്. എവിടെ ചെന്ന് കിടന്നാലും ഈ ആ സമയം വന്നാൽ കൊണ്ടു. എൻ്റെ ഇടയിലൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോൾ എത്ര മക്കളാന്നാ പറഞ്ഞത്? 11 മക്കളിൽ ഇപ്പൊ ഈ രാജേട്ടൻ തന്നെയാണോ ഈ ഏറ്റവും മൂത്താണ് ഞാനാണ്? അതല്ല, ഈ വാദ്യമായിട്ടുള്ള ഒരു ബന്ധം? അല്ല, ഈ 6 ആമക്കളാ ഞാനടക്കം. അവർക്കൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നിന്ന് കിട്ടും. പക്ഷെ അതില് കുറച്ചും കൂടി മിടുക്കനായില്ലാണ്ടാ പറയണ്ടെങ്കിൽ എനിക്ക് അഹങ്കാരം പറയാൻ. അപ്പൊ അവരൊന്നും പിന്നെ ഇതിൽ തുടർന്നില്ല? നിൽക്കും. അല്ല, അവരൊന്നും പിന്നെ ഈ ഓരോ തരത്തില് എന്നാലും അവരൊപ്പം നിന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ ഒപ്പം നിന്ന് മേളം കൊട്ടാനോ ഒന്നിനും വിഷമില്ല. പാന പാടാനോ പാന കൊട്ടാനോ എല്ലാം നിശ്ചയുള്ളവരാ. ഒരു അവർ തന്നെയാണ് നടത്തണത്. ഞാനിപ്പോൾ അതിങ്ങനെ ടച്ച് ചെയ്യാറില്ലെങ്കിൽ വയ്യാത്ത കാരണം പോകാറില്ല. ശിഷ്യന്മാരുണ്ട്. പിന്നെ ഈ കലാമണ്ഡലത്തിൽ അങ്ങനെ 14 വയസ്സിൽ ചേരുകയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ അന്ന് MK രാജയായിരുന്നു സെക്രട്ടറി കലാമണ്ഡലം, പഴയ കലാമണ്ഡലം. അപ്പോൾ ഈ MK രാജയുടെ സതീർത്ഥനായിരുന്നു, സഹപാഠിയായിരുന്നു വടേക്കര ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം അന്നത്തെ കോൺഗ്രസിന്റെ ഒക്കെ വലിയ ആള്, ഈ റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റ്, ഒരു ഇതായിരുന്നു. അച്ഛനായിട്ട് ഭയങ്കര അടുപ്പാണ്. അപ്പോൾ ഈ തായമ്പേ കഴിഞ്ഞ് പദ്യമൊക്കെ വന്നു കണ്ടു, വലിശുപെരുമ്പൂര് വന്നു കണ്ടു. അവരൊക്കെ സന്തോഷമായിട്ട് പറഞ്ഞു ഇവര് എങ്ങനെയും ഇങ്ങനെ നേരിയാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഇവരെ രണ്ടാളെയും ജോയിൻ്റ് ആക്കണം, ഡബിള് സമ്പ്രദായത്തിലാക്കണം എന്ന് അതിനെപ്പറ്റി താല്പര്യമൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ ഇങ്ങനെ ആലോചിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ രാജേട്ടൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അല്ല, അതായിട്ടില്ലേട്ടാ, എനിക്ക് അങ്ങനെ എന്താണ്. അപ്പോൾ ഈ ആവശ്യപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഈ മൂത്രം ഒഴിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഈ പടിഞ്ഞാറിന്ന് ഇങ്ങനെ എല്ലാ ചെണ്ട, ഞാൻ അന്നേ വരെ ആ ചെണ്ടയുടെ ശബ്ദം കേട്ടിട്ടില്ല. എന്താ അങ്ങനെ പാട്ടും കേൾക്കാണ്ട് കൊട്ടും കേൾക്കാണ്ട് അങ്ങനെ അടിച്ച് പൊളിച്ചു ഇതിനെ കേൾക്കാണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ വേണ്ടത്? സമയം 2-2:30 മണിയൊക്കെ ആവണുള്ളൂ. എന്ത് ചെയ്യണ്ടു? അന്നൊക്കെ വെച്ചാൽ റോഡാണേ, ഇരുട്ടും കറണ്ടൊന്നുമില്ല. എന്ത് ചെയ്യണ്ടു ഗുരുവായൂരപ്പാ? എനിക്ക് ഇതൊന്ന് കാണണമല്ലോ എന്നുള്ള ആ ഒരു ഉള്ളിലിങ്ങനെ ഭ്രമം. അപ്പം അവിടെയാണ് ഈ ഗുരുവായൂർ കഥകളി ക്ലബിന്റെ കളി നടക്കുന്നത്. ഈ അന്ന് കുമ്മണി മാഷുള്ള ആ കാലത്ത് അന്ന് കോളേജ് വെച്ച് കിട്ടിയ കോളേജ് തടം ഈ ഇതൊക്കെ ആയിട്ട് സത്ര ഹാളിൽ അല്ല, ഈ കോളേജ് പറമ്പിൽ സ്കൂളിന്റെ പിന്നിൽ ഇപ്പൊ സ്കൂളായി അത് ശ്രീഷ. അന്ന് സ്കൂളുണ്ടെങ്കിലും ഇത്ര വലിയ കെട്ടിടമൊന്നല്ല, ചെറിയ കെട്ടിടം. ഇവിടെയാണ് ഈ ശ്രീകൃഷ്ണ കോളേജ് ആരംഭം. അപ്പൊ ആ കോളേജിൽ വെച്ചിട്ടാണ് കുമ്മണി മാഷ്, ACG രാജ, ഏനാർത്ത കുഞ്ഞൻ നായർ എന്നെ തുടങ്ങിയിട്ടുള്ള കുറെ ആൾക്കാർ, 10 ഗുരുവായൂരല്ലേ 1000 ചില്ലാന ആൾക്കാരുടെ മെമ്പർഷിപ്പ് ആയിട്ട് കഥകളി നടക്കുന്നുണ്ട്. എനിക്കറിയില്ല കഥകളിയാണെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇത് കേട്ടപ്പോൾ ഭ്രമം കൊണ്ട് സഹിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് പച്ചവെള്ളമൊക്കെ പോയി പറയാൻ പറ്റും. രാത്രി 2 മണിക്കൊക്കെ എന്താ കാട്ടിയെന്ന് എനിക്ക് ചോദിച്ചാൽ ഞാൻ പതുക്കെ അവിടെ കിടന്നായിരുന്നു. ഓലയൊക്കെ കൂട്ടി കെട്ടി തീപ്പെട്ടി, എങ്ങനെ തീപ്പെട്ടി കുറച്ച് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, അത് അങ്ങനെ പറയാൻ പറ്റിയൊക്കെ. അപ്പോൾ അത് തീപ്പെട്ടി കുറച്ചങ്ങനെ കാണാണ്ട് ഇപ്പം അങ്ങോട്ട് നായ്ക്കളൊക്കെ ഉണ്ട്, അത് നോക്കിയില്ല. ഈ ചൂട്ടും കത്തിച്ച് അങ്ങോട്ട് നടന്നു. ഞാൻ കളി നടക്കുക ആദ്യമല്ല സ്കൂളിലേക്ക് പോവാം. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ അങ്ങനെ പൊരിഞ്ഞിങ്ങനെ നല്ല ഓക്കാന്ന്. പക്ഷേ ഞാൻ തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നായോ പട്ടിയോ എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് തോന്നുന്നു കാണണം. സമയം അത്രയും പ്രശ്നമാണ്. ഞാനൊരു എന്താ ചെല്ലാത്തൊരു ഒരവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു പിശാചിൻ്റെ ഒക്കെ രൂപം പോലെ എനിക്കത് കേൾക്കണം, ശബ്ദം സത്യം പറയണം. അയ്യോ എന്തായി പറയണത് വെച്ചാൽ എൻ്റെ തിരുമേനി അങ്ങോട്ട് പോയി ചൂട്ടും കത്തിച്ച് വീശി പോയി. അവിടെ ഈ ചൂട്ട് കുറേ അകലെ കൊണ്ടു ചെന്നിട്ട് നോക്കുമ്പോൾ ഈ പരമ്പൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മഹാപ്രതിഭ വേഷം, എന്ത് വേഷാനോ ഒന്നും അറിയില്ല. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് കൊട്ടുകാരനെയാണ്. നോക്കിയപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ അന്നേ വരെ ആ സമയം വരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മഹാനെ അല്ലെങ്കിൽ ഒരു രൂപത്തിന് ചെണ്ട എടുത്തിട്ട് ഇങ്ങനെ ശരി. ഞാൻ രാമകണ്ഠത്ത് രാമമാരൊപ്പം കൂട്ടിയുണ്ട്. അങ്ങനെ ഇവരുടെ കുഞ്ഞന്മാരൊക്കെ ഞാൻ കണ്ടിട്ട് വെച്ചാലും ഈ ഇദ്ദേഹത്തിന് മാത്രമല്ല ചെണ്ടയുടെ അങ്ങനെ ആ ഇതിൻ്റെ ഉരുളുകോലിൻ്റെ ഒരു നാദം പാട്ട് വിചാരാശാനത്ത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് നോക്കി എന്താ വേണ്ട വെച്ചാൽ കൊണ്ടങ്ങനെ നിന്നു. ഞാൻ അങ്ങോട്ട് നിന്നു. ഉള്ളിലേക്ക് കയറാൻ പേടിയുണ്ട്. കടക്കാറ്റത്ത് പറയുമ്പോൾ നിറച്ച ആൾക്കാരുണ്ട്. അപ്പുറത്ത് കാപ്പിയും ചായ കൊടുക്കുന്നുണ്ട്, അത് കുടിക്കാൻ പേടിയുണ്ട്. ചോദിച്ചാൽ തന്നില്ലെങ്കിലോ പേടി കുട്ടിയല്ലേ, ഒരു 12-14 തികയണേ ഉള്ളൂ. അവനത് കണ്ട്
കുറേ നേരം കഴിഞ്ഞപ്പോൾ ആരായിരുന്നു അത്? കൃഷ്ണൻകുട്ടി പോളാശാൻ. പറയാം, അതെ പറയാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ജോലിയൊന്നും ചേർന്നില്ല, എൻ്റെ മനസ്സിപ്പോഴും ഇങ്ങനെ പറയും, ജോലിയൊന്നും ചേർത്തോട്ടാൻ പറ്റുക. ഇങ്ങനെ ആലോചിച്ച് നിന്ന് ഇങ്ങനെ കുറേ നേരം കരഞ്ഞു നോക്കി ഈ പോരാൻ തോന്നുന്നില്ല. എന്നാൽ ആ പേടിയുണ്ടായിരുന്നു അച്ഛനറ്റാണോ എന്നാൽ അച്ഛൻ അടിയിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ചു. അട്ടിക്ക് നല്ല അടിയിട്ടേ. അപ്പം ഇങ്ങനെ നിന്ന് എന്തിനു പറയണു, കുറേ നേരം സമയമൊന്നും അറിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. ഇത് വെച്ച അടി എന്താ ചെല്ല. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനം മാറി. അദ്ദേഹത്തിനെ പിന്നെ കാണാനില്ല. ഞാൻ പിന്നെ നിന്നു വരുണ്ടാവുമോ വെച്ചിട്ട് അപ്പൊ തന്നെ ആ ഒരു ഇത് വല്ലാതെ മനസ്സിലേക്ക് കേറി എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു വേറെ ആളാ അതുപോലെ വയറൊക്കെ കയറ്റി ഒരാൾ വന്നു തലമുട്ടിക്ക് നരച്ച്. ഞാൻ പറഞ്ഞുതരാം അതിന്റെ പിന്നെ. അത് കഴിഞ്ഞപ്പോ ആ തൈലേറി അദ്ദേഹം ഇതൊന്നല്ലാത്ത വേറൊരു രൂപമായിട്ടാണ് ചെണ്ടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എൻ്റെ ഗുരുവായൂർ വായിക്കുന്നൊക്കെ ഒന്ന് പേരയാവുക കൊട്ടല്ലേ അങ്ങനെയില്ലേ. എന്നാൽ എന്താണ് കഥകളിയാണോ ഒന്നും വെച്ചില്ല. അങ്ങനെ എന്തായാലും വളരെ ദുഃഖത്തോടു കൂടി അവിടെ നിന്ന് ഭഗവാനെ അന്നും എൻ്റെ അമ്മയെ തിരങ്ങളത്തെ അമ്മയെ ഭഗവാനെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുമോ അച്ഛനോട് അച്ഛൻ പറയാൻ പേടി. ഞാൻ ഏതായാലും ഇങ്ങനെ ആലോചിച്ചിരിക്കും. അച്ഛൻ എന്താണ് ആലോചിക്കണം. അപ്പം പശുവുണ്ട്, പുല്ല് പറിക്കണം, കുഴുന്ന് അരയ്ക്കണം, ഇതൊക്കെ അല്ലെങ്കിൽ അടിയാണ് ചോദ്യമൊന്നുമില്ലായിരുന്നു. പാനയ്ക്ക് വേണം, അതിനുള്ള കുരുത്തോല പൂക്കലൊക്കെ പറക്കിക്കൊണ്ട് വരണം. ഞങ്ങൾ ശിവരാമനും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ കുട്ടികളുണ്ട് ഒപ്പക്കാര്, അത് സീനിയർമാർ ഞങ്ങളാണ്. അവരെ കൂടി വരും, പൂവും ഇതൊക്കെ കൊണ്ടും അതുപോലെ ഇതൊക്കെ അരച്ച് അവിടെ വെച്ച് കൊടുത്ത് പശുവിനൊക്കെ വെള്ളം കൊടുത്തിട്ട് വേണം പോവാൻ. അപ്പോഴേക്കും അവിടെ സമയവും. അങ്ങനെ ആ ഇതായിട്ട് ഞാൻ അച്ഛനോട് പറയാണ്. ഞാൻ അങ്ങനെ നടക്കിപ്പോൾ അത് എവിടുന്നേ തര കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി. നീയോ രാത്രി പറയാതെയാണല്ലോ പോയത്. ഞാൻ പേടിച്ചിട്ടാ പറയാത്ത. എന്നിട്ടോ ചോദിച്ചു എനിക്ക് അതെന്താന്ന് നോക്കി അറിയില്ല, പഠിക്കണമെന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടോ വെച്ചു. അപ്പം അച്ഛനും ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമൊന്നും അതിനെ പറ്റി അറിയില്ല. അങ്ങനെ അദ്ദേഹം ഈ മോഹം, ഞാൻ മൂത്ത മകനല്ലേ, എനിക്ക് ചെണ്ടയിലുണ്ട് വല്ല ആഗ്രഹം ഉണ്ട്. അദ്ദേഹം വടക്കര പറഞ്ഞവരോട് പോയിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് കലാമണ്ഡല ഗോപിനെ വിളിക്കാം. കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സീറ്റ് കിട്ടുമോന്നും അറിയില്ല, നമുക്ക് നോക്കി നോക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രമിച്ച് നോക്കുമ്പോൾ ഈ ഇതാണ് എന്താ പറയുക PK രാജ അല്ല PK രാജ അല്ല MK രാജ. അതിൻ്റെ ഇടയിലൊരു കാര്യം എന്ന് ചോദിക്കാം. ഈ മുത്തശ്ശൻ്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? അദ്ദേഹം വാദ്യക്കാരനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഈ പാനയുടെ കൊട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതോ ഇപ്പം തായമ്പകയും അച്ഛനെയൊക്കെ ശീലിപ്പിച്ചത് ഇപ്പം ഈ മുത്തശ്ശനാണെന്ന് പറഞ്ഞോളൂ. അപ്പം അദ്ദേഹം ഒരു തായമ്പകക്കാരനായിരുന്നു, അതിമിടുക്കനായ തായമ്പകക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ഗുരു ആരാ ചോദിച്ചാൽ നമുക്ക് എത്ര പറയാൻ പറ്റില്ല, ചോദിച്ചാൽ ശരിയല്ല. അപ്പൊ രാജേട്ടൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്. അത് നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഈ ചെണ്ട മാത്രമല്ല അദ്ദേഹത്തിനുള്ളൂ. ഈ മറ്റേ ഇതില്ലേ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൂലം കുത്ത, പിന്നെ ഏണിയില്ലേ, 2 ഏണി പിടിച്ചിട്ട് അതുമാതിരി കയറിയിട്ട് ഏണിയമ്പിൽ വെച്ചിട്ടുള്ള അഭ്യാസങ്ങൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്ന ആളാണ്. മാത്രമല്ല മന്ത്രവാദം കൂടി തന്ത്രവാദം കൂടി നിശ്ചയുള്ള ആളാണ്. പല ട്രിക്സുകളും ഓരോരുത്തരോട് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തിരുന്നു. അവസാനം അദ്ദേഹത്തിന് വിഷമം എന്താ വെച്ചാൽ ഈ കത്തി കൊണ്ടുള്ള പ്രയോഗമുണ്ട് ഈ അന്നൊക്കെ. അപ്പം അത് അന്ന് ചെയ്യണേൽ സ്വല്പം പാളിച്ച വയറ്റിലേക്ക് പറ്റിയിട്ട് കുടലുമ്മ തട്ടി എന്നാണ് അന്ന് കേട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും അത് ഓപ്പറേഷൻ ചെയ്ത് നേടിയേക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം അത് ആരോടും പറഞ്ഞില്ല. വയറുവേദനയാണ് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ ഇത് അന്നൊക്കെ സംബന്ധമല്ലേ, ഈ ചൊല്ലൂർ പോയിട്ടൊരു സംബന്ധം ഉണ്ടായി. അതിൽ അച്ഛൻ്റെ ചായയിലുള്ള ഒരു അനിയാണ്. അതിലിപ്പോൾ ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ? അല്ല, അച്ഛൻ മാത്രമല്ല, ഈ ഒരു അച്ഛൻ ഇവിടെ ഒരു മകൻ, പിന്നെ ഒരു പെങ്ങളും ഉണ്ടായിരുന്നു മൂത്തത്, ഒരാണും പെണ്ണും. ആ പെങ്ങൾ എന്താ അന്നത്തെ കാലത്ത് എന്തൊക്കെയോ സൂര്യ എന്തൊക്കെയോ വന്ന ചികിത്സ ഇല്ലാത്തൊരു കാലമായിരുന്നു. അത് അങ്ങനെ പെട്ടെന്ന് മരിച്ചു, അങ്ങനെ പോയി. അപ്പോൾ ആ ഒരു ദുഃഖം അച്ഛൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്ത് പറയുമ്പോഴും പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ അച്ഛന് ഈ പെങ്ങളുടെ കാര്യം പറഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടായില്ല. അതിന് 2 മക്കളും ഉണ്ടായി. ആ മക്കൾ അച്ഛൻ്റെ ഇതിലാണ് വളർന്നു ഇതാക്കിയത്. അങ്ങനെ ഈ അദ്ദേഹം അവിടുന്ന് ഈ ദുഃഖം കൊണ്ട്, ഈ പെങ്ങളെ ദുഃഖം കൊണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ടു. പിന്നീട് ചൊവ്വല്ലൂരാ പോയി. ചൊവ്വല്ലൂർ പോയി അവിടെ പോയിട്ട് അയ്യപ്പത്തെ അവിടെ ഒരു സംബന്ധമായിട്ട് അവിടെ ആ കുഞ്ഞുട്ട ചൊവ്വല്ലൂർ ഗുരുവായൂരടുത്ത് മാധവാരുടെ ആ ഒരു ഇത് അവിടെ ചെന്ന് അവിടെ കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കലുണ്ടായി.
ഇതുപോലെ അതിവിദഗ്ധനായിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും ഇദ്ദേഹത്തിന് സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ ഇവരുടെയൊക്കെ അച്ഛനായിട്ട് ഭയങ്കര അടുപ്പാണ്. അദ്ദേഹം ഇപ്പോൾ ഈ തായമ്പക ഒരു തൊഴിലായിട്ട് തന്നെ കൊണ്ട് നടന്നു. ചെണ്ടക്കാരൻ തന്നെയായിരുന്നു. മറ്റേ മേളത്തിലും ഒക്കേറ്റിലും ആ ചെണ്ട വിഷയത്തിലൊക്കെ കഥകളി കുട്ട വെച്ച് ബാക്കി എല്ലാ വിഷയമായിട്ട് നാരായണ നായരാശാന്റെ കൂട്ടുകാരനായിരുന്നു അവര്. അപ്പൊ നാരായണ നായരാശാൻ ഈ പുന്നത്തൂര് കോട്ടയിലായിരുന്നല്ലോ അന്ന്. മാധവാരുടെ പുന്നത്തൂര് മാധവാരുടെ പ്രധാന ശിഷ്യനാണ് ആര്? ഈ കുളമംഗലത്ത് നാരായണനായർ. അപ്പൊ ഇവര് തമ്മിലുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ ചെർപ്പശ്ശേരി ശിവൻ. അതെ. അപ്പോ ഈ ഇവര് തമ്മിലുള്ള ചെണ്ടക്കേളി ഇതൊക്കെ എന്നോട് പറഞ്ഞു അദ്ദേഹം. കുട്ടപ്പന്റെ ആ ഒരു പ്രത്യേകം അത് കളിക്കൂട്ടും കൂടി പഠിച്ചു വെച്ചാൽ പൂർണ്ണനായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. അത്ര ഒരു പ്രത്യേക തരാണ് എന്ന് കുട്ടപ്പൻ നായരെ കുറിച്ച് അന്നത്തെ വാദ്യൊക്കെ മറ്റേ ഈ അഞ്ഞൂർ തന്നെ വാസുംബീശൻ, കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിൻ്റെ അനിയൻ കൃഷ്ണൻകുട്ടി അംബീശൻ, അങ്ങനെ പിന്നെ ചെമ്മന്തട്ടക്കാര് പറഞ്ഞ രാമമാരാര് ഇവരൊക്കെ തന്നെ ഉണ്ടെങ്കിലും ചെമ്മന്തട്ട ഇപ്പോഴും അതിന്റെ ഒരു പാരമ്പര്യം സൂക്ഷിച്ചിട്ടുണ്ട്. വെള്ളിത്തിരുത്തി ഉണ്ണിയാര്, അങ്ങനെ പ്രഭാകരൻ, അങ്ങനെ ഒരു ഇപ്പോഴും ഉണ്ടല്ലോ. ഒരേ ഒരു വാദ്യ സംസ്കാരമുള്ള ഒരു സ്ഥലം കുന്നംകുളത്ത്. അങ്ങനെ ഒരു സ്ഥലം ഇല്ല ശരിക്കും, വേറൊരു തരാണ്. അതെ, പക്ഷെ ഈ വാദ്യ ഒരു സംസ്കാരം ഇപ്പൊ കുന്നംകുളത്തുള്ളത് ശരിക്കും പറയാച്ചാൽ ഈ ചെമ്മന്തട്ട തന്നെയാണ് അതിലുള്ളത്. ചെയ്യിക്കേണ്ട പൂരങ്ങളും എല്ലാ നിരവധി ആനകള്, നിരവധി വാദ്യക്കാര്. മാത്രല്ല ആനകളെ കുറിച്ചും വാദ്യക്കാരെ കുറിച്ചൊക്കെ നല്ല നിശ്ചയാണ് അവർക്ക്. അല്ലെ, ക്രിസ്ത്യാനികൾക്ക് പോലും അങ്ങ് അടിപ്പൂട്ടിക്കുന്നിലെ മണ്ടത്തരം പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കടക്കാരനൊക്കെ രാത്രി ബെൻസ് കാറിൽ വന്നിട്ട് രാത്രി കുറച്ച് സ്മോളൊക്കെ അടിച്ച് അന്ന് ഉത്സാഹം വന്നിട്ട് അങ്ങനെ മേളം അങ്ങനെ കൊട്ടുക, ശിങ്കാരി അടിക്കണേ. അപ്പോൾ 2 സ്വർണ്ണക്കടക്കാരാ ഏട്ടനന്യന്മാരാ രണ്ടാളും വന്ന് ഇറങ്ങി കാറിൽ വന്ന് ബെൻസ് കാറ് അത് വരണടാ നീന്നുള്ള ആളുകൾ എന്ന് വെച്ചാൽ അവർ അങ്ങനത്തെ ആൾക്കാരാണ്. ഇറങ്ങിയിട്ട് പറഞ്ഞു അത്ര എടാ പിന്നെ ഔസേപ്പേ പഞ്ചാരിമേളെ കെട്ടണേ ഈ അതിൻ്റെ ഇടയിലേക്കാണ് പോയി ചാടിക്കോളാം, ആൾക്കാരൊക്കെ മാറിക്കോളും. അങ്ങനെ ആ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ടിരിക്കുക വിഷയത്തിലേക്ക്. അപ്പോൾ ഈ മുത്തച്ഛൻ തായമ്പക, അന്നത്തെ തായമ്പക്കാരിലെ പുളിയേത്ത പുട്ടിയാര്, കൊണ്ടമ്പള്ളി കുഴുന്നാര്, പിന്നെ അങ്ങനെ അനവധിയായി വാസുംബീശൻ ഇവരൊക്കെ ഉണ്ട്. വെച്ചാലും അന്ന് തായമ്പകയാണ് നാടകമോ അല്ലെങ്കിൽ കഥാപ്രസംഗമോ എന്നല്ല പൂരപ്പുറമ്പിൽ. തായമ്പക 4-5 വരെ, പിന്നെ പിറ്റേ രാവിലെ 1 മണിക്ക് 2 മണിക്ക് എഴുന്നള്ളിക്കുന്ന വരെ രാത്രി കഴിഞ്ഞാൽ തായമ്പക ഇങ്ങനെ 1, 2, 3 ഗുരുവായൂരമ്പലത്തിലുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. 5 തായമ്പക വരെ ഉണ്ടായിരുന്ന പറഞ്ഞ അച്ഛൻ മുത്തച്ഛനെ ചെണ്ടയായിട്ട് പോണതാണ്. അപ്പോൾ ഈ 5ാമത്തെ ലാസ്റ്റ് തായമ്പക നായന്മാരിൽ അദ്ദേഹം കൊട്ടുക. കുട്ടപ്പൻ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട് കുട്ടപ്പൻ നായരുണ്ട് വെച്ചാൽ അദ്ദേഹം കൊട്ടുള്ളൂ. ഈ കൂട്ടുകല ആശാനൊക്കെ എന്നോട് പറഞ്ഞു തന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ. അപ്പം ചില സമയത്ത് ഇദ്ദേഹം ഈ സ്പോട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ 4ാമത്തെ തായമ്പക തുടങ്ങിയ ആളുകൾ കൊടുക്കുന്നത്രേ കുട്ടപ്പം വരിലിരിക്കുക. അങ്ങനെ ഇന്റർവ്യൂ അപ്പോൾ അങ്ങനെ പരിപ്രമിച്ചിരിക്കുന്നതിൽ ഇടയ്ക്ക് കാണാൻ മൂപ്പരോട് വരും. വന്നും കളഞ്ഞിട്ട് ഒരു 1-2 കഴുങ്ങിൻ്റെ വട്ട ഇവരെ കൊണ്ട് എടുത്തുകൊണ്ടിരും. ആ കഴുങ്ങിൻ്റെ വട്ട തീയാ കൊടുക്കും, തീപ്പെട്ടി വരച്ചിട്ട്. എന്നിട്ട് ഈ ചെണ്ടയുടെ ഇടന്തല അതിൻ്റെ മുകളിൽ നിന്ന് കാണിക്കും അത്രേ. അന്നൊക്കെ എരുമത്തോല്, എരുമക്കറ്റ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനുണ്ടായിരുന്നു. എരുമട അല്ലെങ്കിൽ ഇതിൻ്റെ എരുമക്കറ്റ് എന്നാ പറയുക. എരുമക്കറ്റ് വെച്ചാൽ വട്ടം തോല്. അപ്പം അത് വെച്ചിട്ട് ഇത് ഇതുമ്മലൊന്ന് ചൂടായി അതിനൊരു പ്രത്യേകത ഉണ്ട്. ചൂട് കൊണ്ടാകും പെട്ടെന്ന് മൂക്കും. ഇതൊന്നാണ് കാണിച്ചിട്ട് ഈ കോലിൻ്റെ കടയുണ്ടല്ലോ, അതുകൊണ്ട് 4 തട്ട് കെട്ട സുഖമായിട്ട് മൂപ്പായി. അപ്പോൾ ഈ 4ാമത്തെ തായമ്പോൾ അങ്ങനെ കഴിഞ്ഞില്ലാകുമ്പോൾ ഇങ്ങനെ കേൾക്കാത്ര ഏതെങ്കിലും പാടത്തിൻ്റെ മൂക്കുന്നൊരു തീയും അത് ഒരു എന്നോട് പറഞ്ഞു തരാറുണ്ട്. അതൊരു സിദ്ധിയാണോ, അത് കുട്ടപ്പൻ നായരല്ല. ആൾക്കാരൊക്കെ തോന്നുന്നത് എന്താണോ എന്തോ ഒരു ശക്തി. അതിന് ഉദാഹരിച്ചിട്ട് കേശവതാളി പറയാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ആ ഒരു സിദ്ധി ഇങ്ങനെ കയ്യിൻ്റെ ശബ്ദം ഐ പറഞ്ഞാൽ അത് കേട്ടിട്ടേ അടുത്ത ഈ 4ാമത്തെ കൊട്ടറ നായര ആരാച്ചാൽ അപ്പുട്ടിയാര ആരാ, പ്രത്യേകിച്ച് അപ്പുട്ടിയാരാച്ചാൽ കൂട്ടുകാരനാണല്ലോ, ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് കേൾക്കും കയ്യിൻ്റെ ശബ്ദം. അവൾ കലശിച്ച് മൂപ്പരോട് തുടങ്ങും. അങ്ങനെ അപ്പം അതിന് എതിരില്ല. എൻ്റെ അമ്മാവനൊക്കെ പറയാറുണ്ട്. അപ്പം അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? വയസ്സില്ല. അവിടുന്ന് ഈ ഇത് കുത്തിയിട്ട് അപകടമായിട്ട് നേരെ വെല്ലൂർക്ക് പോവുകയുണ്ടായി. വെല്ലൂര് മാത്രമേ അന്ന് ഓപ്പറേഷൻ നടക്കണമെന്ന് കാര്യമുള്ളൂ ഉത്തരം. അപ്പം മൂപ്പര് ആരോടും പറയാണ്ട് ഇവിടുന്ന് മദ്രാസിലേക്ക് പറഞ്ഞിട്ടൊരു പൂക്ക് പോയി. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പം മരണമൊക്കെ അവിടെ തന്നെയുണ്ട്. അതന്നെ ഉണ്ടായിക്കണം. ആരും ഇല്ല, ഒന്നുമില്ല. ഏതോ അതിലിറങ്ങി ഫോട്ടം പോലും ഇല്ല. ശരി. അദ്ദേഹത്തിന്റെ അനിയൻ വിളിച്ചപ്പോൾ രാജേട്ടന് ഒരു നിലയ്ക്കും കണ്ടില്ലേ? അച്ഛന് ഓർമ്മയുണ്ട്. അച്ഛൻ പറഞ്ഞു തരാറുണ്ട്. ആ കേമത്തം കേട്ടുകൊണ്ട് ഞാൻ
എന്താ പറയുക സ്മരിക്കാറുണ്ട്, സ്തുതിക്കാറുണ്ട്. അപ്പൊ അവിടെ ഈ പിന്നെ അങ്ങോട്ട് അതോടുകൂടി ആ മദ്രാസിൽ വലിയൊരു ആശുപത്രി കിടന്ന് മരിച്ചു എന്ന് അച്ഛന് പോലും അറിയുള്ളൂ. അപ്പൊ അതോടുകൂടി ആ ഒരു യുഗം. ഇതിന്റെ പുറമെ ഈ ചോലൂരത്ത് കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞപ്പോ ഒരു അരിഞ്ഞൂർക്ക് കിടന്നു. അവിടെ കുറെ ആൾക്കാര് പഠിപ്പിക്കലും അങ്ങനെയായിട്ട് അവിടെയും ഒരു പുത്രൻ ഉണ്ടായി. ഈ 3 പുത്രന്മാരുണ്ടായത് 3 അധികാരികന്മാർ. എന്റെ അച്ഛനും വിളിച്ചപ്പാട്. പിന്നെ ആരൊക്കെയാ? മറ്റാളുണ്ടായിരുന്നു കൽക്കട്ടയില് ഒരാൾ ജോലിക്കാരൻ, ഉണ്ണി എന്നാ പേര്. അപ്പൊ അദ്ദേഹം നാട്ടിൽ വന്നപ്പോ നേരത്തെ അവരുടെ സ്ത്രീയാണ്. അവിടുന്ന് എന്റെ വീട്ടിലേക്ക് ഒരു അച്ഛനെ കാര്യമായിട്ട് കാണാം. ഈ അരിയന്നൂരുണ്ടായ മകന്റെ പേരെന്താ? ഉണ്ണി എന്നാ വിളിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് മൂപ്പര് ആ അരുവന്നൂരത്തെ ഇതോട് കൂടിയിട്ടാണ് മൂപ്പർക്ക് അസുഖം വന്നത്. ശരി. ഉണ്ണിയേട്ടൻ പറഞ്ഞ മൂപ്പർക്ക് ഈ പറഞ്ഞ പോലെ അച്ഛനെ കുറിച്ച് അച്ഛൻ ഗേമാണെന്ന് അറിയാം. അവിടെ ചില പിലാക്കാട്ടും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അതിഗംഭീരമായിട്ട് അച്ഛന് ഇങ്ങനെ ആൾക്കാർ കുട്ടിയാമ്പിളേ കൂടെ കൊണ്ടുപോയിട്ട് ഖേമന്മാരാണ്, അധിക ഗായകനാണെന്ന് അച്ഛനോട് പറയാറുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മാമനും ഈ ഉണ്ണിയേട്ടനൊക്കെ എന്നോട് പറയേ, നിനക്ക് അച്ഛൻ്റെ ആ മനസ്സ് കിട്ടിയിട്ടുണ്ട്, അതായത് സിദ്ധിയുണ്ട്, അതുകൊണ്ടാണ് നമുക്കത് പ്രയോഗിക്കാൻ തരാണ്. അങ്ങനെ ആ ഒരു ഘട്ടം അവിടെ നിർത്തട നിർത്തി. നമുക്ക് വീണ്ടും കലാമണ്ഡലത്തിൽ പോയി വടകര ബാലനായർ മുഖാന്തരം ഒരു മഹാനായിരുന്നു. ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ സ്മരിക്കുന്നു മനസ്സുകൊണ്ട്. അവിടെ ചെന്ന് MK രാജയെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു. അത് ഏത് വർഷമായിരുന്നു? 68. അന്ന് EMS നമ്പൂരി കേരളം ഭരിക്കണു. ഇന്ദിരാഗാന്ധി അതൊക്കെ കുറച്ച് രാഷ്ട്രീയം ഇല്ല അവിടെ ഭരിക്കുന്നു. അപ്പൊ ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് കലാമണ്ഡലത്തില് നല്ല ആരായിരുന്നു ചെയർമാൻ? അന്ന് ചെയർമാൻ ഇദ്ദേഹം എന്താ പറയാ MK നായർ. എന്റെ മഹത്വൊന്നും പറയണ്ട. സെക്രട്ടറി രാജീവ്. പിന്നെ ഞങ്ങളുടെ ഭക്ഷ്യതല് വിദ്യാസാഗരൻ കാവിൽ. പിന്നെ നിശ്ചയൊന്നുമില്ല, ചെറിയൊരു ഓഫീസ് കിളിമംഗലം സൂപ്രണ്ട്. പിന്നെ ടൈപ്പിസ്റ്റായിട്ട് കൃഷ്ണൻകുട്ടിൻ്റെ സാറുണ്ടായിരുന്നു, ഒരു ഷാരോടി ഇവിടെ തൃശ്ശൂക്കാരൻ അദ്ദേഹം. പിന്നെ ഒരു ടൈപ്പിസ്റ്റായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ബ്രജീത ചേച്ചി ഇവരുടെ. അത്രേ അതിലുള്ളൂ. അപ്പൊ ഈ അപ്ലിക്കേഷൻ കോൾ ഫോർ ഇത് അങ്ങനെയാണോ? ബാലൻ നായരാണ് പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അത് കൊണ്ടുവരലും കൊടുക്കലും അച്ഛനെ കൊണ്ട് എഴുതലും എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കലും. അപ്പോൾ മറ്റേ 14 വയസ്സിലേക്ക് കിട്ടുള്ളൂ. എനിക്കാണെന്ന് വെച്ചാൽ 14 വയസ്സ് ഇങ്ങോട്ട് കഴിഞ്ഞടങ്ങി നിർത്താം. അതിനായിട്ട് കിട്ടുമോന്ന് വെച്ചില്ല, അച്ഛൻ വന്നിട്ട് പറയാണ് കിട്ടുമോന്ന് വെച്ചില്ല, ബാലനായർ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയാൽ കയ്യ അത് ചെയ്തോ എന്നുള്ള പോലെ അങ്ങനെ ഒരു മട്ടാണേ. അപ്പോൾ അങ്ങനെ എന്തിനു പറയണം, ഗുരുവായൂരപ്പ ദേവി ശരണം ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴും. ഇന്റർവ്യൂവിന് വിളിച്ചു. തിരുവനന്തപുരത്ത് അമ്മയൊക്കെ തീരേക്ക് തരണേ, ആ കൊട്ടുകാർ ഇത് കാണാൻ, രണ്ടാളെയും കാണണേയൊക്കെ വേഷമൊക്കെ ഒന്ന് കാണാൻ എല്ലാം. ചിലവരൊക്കെ പറഞ്ഞാ തീരെ രക്ഷപ്പെട്ടു കിട്ടാ എന്തേ. അന്നയും ശിവരാമനെയും അച്ഛൻ പലമട്ടത്ത് ചേർക്കാനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഒരു ഷെയർ വരും. ഇതല്ലേ ശിവരാമനൊപ്പം പുറപ്പെട്ടു എന്ന് പറയണം. അങ്ങനെ ആ കൊല്ലത്ത് പോയപ്പോൾ ഞങ്ങൾ ആ 68 14 വിദ്യാർത്ഥികൾ ആ ചെന്നൈക്ക് ഇന്റർവ്യൂവിന്. 14 ആള്. അച്ഛൻ തന്നെയാണോ കൊണ്ടുപോയത്? അച്ഛനും ഗുരുബലനായിരുന്നു. അച്ഛൻ്റെ ഒരു അത് ഒപ്പമുള്ള ആളായിരുന്നു. എന്ത് കാര്യത്തിനും ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ. ആരായിരുന്നു അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ? അപ്പോഴാണ് ഈ തല നരച്ച ഈ വയറുള്ള ഈ ഇത്രയും വലിയ ആളായിട്ടുള്ള ആളെ ഞാൻ കാണുന്നത്. ശരി. പസുപൂർവ്വം ഇട്ട് അപ്പക്ക് അകലേന്ന് അന്ന് കലാമണ്ഡലത്തിലെ 1-ാം കളിയിലെ ഇന്റർവ്യൂ ഈ പഴയ കലാമണ്ഡലത്തിൽ ഈ ഇപ്പുറത്തെ ഇമ്മർത്തുണ്ടല്ലോ ആ സ്റ്റേജിന്റെ അല്ല ആ ഹോളിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിച്ച് നോക്കുമ്പോൾ ഈ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണാണ്ട മുക്കിൽ ഒരു വരന്തല പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, ചോദിക്കണുണ്ട്. ഞാൻ നല്ലോണം നോക്കി അവിടെ അന്ന് കണ്ട ആളല്ലേ ഇത് വെച്ചിട്ട്. പക്ഷെ രാജേട്ടനെ സംബന്ധിച്ചോളം പരിഭ്രമിക്കേണ്ട പ്രശ്നമില്ല. തായമ്പകയുടെ ഒക്കെ നല്ലൊരു ബാക്കിങ്ങും ഒക്കെ ഉണ്ടല്ലോ. പഠിച്ചിവിടുന്ന് പോയ ഒരാളാണ്. തായമ്പയും ചെയ്യും വേണം. അതെ. അപ്പൊ പിന്നെ അതിന്റെ ഒരു ശക്തി പിന്നിലുണ്ടല്ലോ. അപ്പൊ ഇവരിങ്ങനെ ഓരോരുത്തർ പോകണ്ട, എന്നെ വിളിക്കണമില്ല ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞാനും ശിവരാമനുണ്ട്. അപ്പോൾ രണ്ടാം കൂടി ഇങ്ങനെ വർത്താനം പരിപാടിയിലേക്ക് ഞങ്ങളുടെ അടുത്ത് വേറൊരു എന്ത് പഠിക്കാനാണെന്ന് ചോദിച്ചു. ചെണ്ട പഠിക്കാനാണ് ഒരാൾ കുട്ടി. അപ്പോൾ അതെവിടെയാ രാജ്യം എന്ന് വെച്ചാൽ മഞ്ചേരിയാണ്. അതെവിടെ ഈ സ്ഥലം? അപ്പോൾ അയാൾക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം. കുറച്ചുകൂടി എന്നെക്കാൾ 7ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് തോന്നുന്നുണ്ട്. ഞാൻ അത്രയൊന്നും ഇല്ല. മഞ്ചേരി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവിടെ പറ്റേ. അപ്പോൾ എന്താ പേര് ചരിത്രാസ്ത്രം ഇപ്പോഴത്തെ മഞ്ചേരി. ശരിയാണ്.
അപ്പോൾ ഞാൻ അവരോട് തോന്നുന്നില്ല എന്തത് കഥ 10-14 ആളാട്ടാ നമ്മൾ വെറുതെ വിളിച്ച്. എത്ര കുട്ടികളെ എടുക്കും ആ സമയത്ത്? 2 ആളെ ഉണ്ട്. അത് പിന്നീടൊക്കെ അറിയണേ. എന്തിനു പറയണു എൻ്റെ മറ്റേ ഇവിടുന്ന് തിരുമേനി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ബഹുദൂര അച്ഛൻ്റെ അനുഗ്രഹം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, സെലക്ട് കാർഡ് വന്നു. ശരി. ഈ 14 ആളിൽ നിന്ന് 2 ആളെ എടുത്തു. ഒന്ന് എന്നെ എടുത്തു, ഒന്ന് മഞ്ചേരി രസന. അപ്പം മറ്റേ കൂടെ വന്ന അദ്ദേഹത്തിന് കിട്ടിയില്ല. വലിയ വിഷയമൊക്കെ വെളിച്ചപ്പാട് ചെയ്ത് ശരിയായില്ല. അവരാണ് കുറച്ചൊരു ഇതാണ്. ഗുരുവായൂരിന്ന് ഏതോ രാജ്യത്തു നിന്ന് വന്ന് ഇവിടെ താമസിക്കുക, ഞങ്ങളുടെ തൊട്ട വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുക. അച്ഛൻ അത്രയും ഒപ്പം കൊണ്ടുവിടുന്ന 2 ആൾ ഒന്നിച്ച് കൂട്ടി, ഒന്നിച്ച് ഡബിൾ കൂട്ടി, പിന്നെ തല്ലൂടി, ഒറ്റയ്ക്ക് കൊട്ടില്ല എന്നായി. ഞാൻ പറഞ്ഞു ഞാൻ 2ാമത്തെ കൊട്ടുള്ളൂ എന്നായി. അവസാനം എന്നോട് ആശാൻ്റെ അടുത്തേക്ക് എത്തി. അച്ഛൻ്റെ അടുത്തേക്ക് പറയില്ല, പേടിയാ. 2 ആൾക്കും പറയാൻ പേടി. അടിയാണ് അവിടെ വേറെ വർത്താനില്ല, അടി കഴിഞ്ഞിട്ട് വേറെ വർത്താനില്ല, വേണ്ടാത്തരൊക്കെ ചെന്ന് പറഞ്ഞാൽ. ആശാൻ്റെ അടുത്തേക്ക് എത്തി. പക്ഷേ ഞാൻ തന്നെ പോയി പറഞ്ഞു, ശിവരാമ വാശി പിടിച്ചിട്ട് ആ 2ാമത് കൊട്ടണമെന്നും പറഞ്ഞിട്ട് ദൈവം വെച്ചു. മൂപ്പര് ഇങ്ങനെ വന്നു. അവന് എൻ്റെ അത്ര കൊട്ടാൻ നിശ്ചയില്ല. ഇവര് പറഞ്ഞു തന്നെ മരിച്ചു, എൻ്റെ അത്ര കൊട്ടാൻ നിശ്ചയില്ല. പക്ഷെ പറഞ്ഞിട്ട് കഴിയില്ല. അവനൊരു മോഹം ഉണ്ടെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കേ ആശാനെ, കൊട്ടുകളാശാനെ. അപ്പോൾ ഇത് ദേഷ്യം വന്ന് തുടങ്ങി. ദേഷ്യം വന്ന് തുടങ്ങിച്ചാൽ എന്താ ഈ പറയണ ഈ ആശാനെ കൊള്ളാൻ പറഞ്ഞു. ഞാനല്ലേ അങ്ങനെ ആരും കുട്ടിത്തല്ലോ പറഞ്ഞു. ഇയാളാ ആശാനോടൊന്ന് അപ്പം എന്നാ അപ്പം എന്നോടൊന്ന് പറയണ്ടേ ചോദിച്ചു. അത് പറയാൻ പേടിച്ചിട്ടാണ്. എന്തായി പേടിക്കാണ്? ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞൊന്നും പറയണ്ട, 1-2 കിലോ അവനെ കൊണ്ടാ ചെയ്യിപ്പിച്ചു. ഇതേ താപ്പ് ശിവരാമൻ ബുദ്ധിമാനാണേ. ഇവൻ പിന്നെ എല്ലാ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ 2ാമത് അവനെ കൊട്ടു. ബുദ്ധിങ്ങയാ. ഒരു തരത്തിലും എനിക്ക് അവസരം കിട്ടില്ല. വീണ്ടും പരാതി എത്തി. ഇനി അങ്ങനെ പൊക്കോ, അനക്ക് കിട്ടാളെ എനിക്ക് കിട്ടും. ആശാനെ ഇന്നൊരു സാത്വികനായിരുന്നു, അനക്ക് കിട്ടാളെ അനക്ക് കിട്ടും. നമുക്ക് കലാവളത്തിൻ്റെ അവിടെ ചേർന്നു. ജൂൺ 1-ാം തീയതി കൊണ്ട് ചേർത്ത് നമുക്ക് പിന്നെ ക്ലാസ്. അപ്പോൾ ഇന്റർവ്യൂവിന് ആരായിരുന്നു എന്ന് പറഞ്ഞില്ല? ആ ചന്ദ്രമണിയാണ് ഈ പറഞ്ഞ ആള്. ഇന്നത്തെ ഞാൻ ആലോചിച്ച 2ാമത് ആൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹമാണ്. ആ സ്വരൂപം അപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇന്റർവ്യൂടെ കയറി ചെന്ന് ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ എവിടെയാ വീട്, എന്താ അത് എന്തെങ്കിലും വയ്ക്കുക വെച്ചു. വയ്ക്കും ടൈം കൂട്ടിയിട്ട് എന്ത് കൂറ കൂട്ടിക്കണേ. അപ്പം ഞങ്ങൾ മുറിയ ചെമ്പക്കൂറ കൂട്ടിക്കണേ, 15 ചെമ്പക്കൂറല്ല, മുറിയ ചെമ്പക്കൂറ. പിന്നെ കൊട്ടിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് 4 അരട്ടി കൊട്ടുമ്പോൾ ഞങ്ങൾ താളത്തിനോട് ചേർത്തിട്ടാ കൊട്ടുക. അതിപ്പോൾ ഞാൻ വേണമെങ്കിൽ വയത്താരി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുക ഞാൻ പറയാം. 4 അരട്ടിക്ക് നമ്മൾ കലാമണ്ഡലം സമ്പ്രദായം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ശരിയായിട്ടുള്ള വിദ്യാമണ്ണം 4 അരട്ടിലേക്ക് കിടക്കുമ്പോൾ തകതരക്കാം എന്നുള്ള എണ്ണം കഴിഞ്ഞാൽ ഡൂറ ഡൂറ നെക്ക ഡൂറ അത് പടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തരി കിട്ടത്തക്ക തരി കിട്ടത്തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരി കിട്ടത്തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരി കിട്ടത്തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരകാം എന്ന് വരണം. താളത്തിന്റെ മുകളിലേക്ക് വരണം കഴിഞ്ഞ്. ഇത് വലിയ. അപ്പൊ ഇദ്ദേഹം മിടുമിടുക്കനാണ് ഇദ്ദേഹം. അദ്ദേഹം സൂത്രം ചെയ്തെന്നു ഒറാ ചീത്ത പറഞ്ഞു അടിക്കാനോ പോയി ഒറാ നോക്കി. അച്ഛൻ വന്നിരുന്ന് വരുന്നില്ല എന്നാ വിളിച്ചപ്പാടെ ഉപദ്രവിക്കണ്ട, നമുക്കൊരു വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അവിടെ കട്ടയായിരുന്നു. അന്നത്തെ നിർത്തി അദ്ദേഹം പോയി. അല്ല ഈ കോട്ടുങ്ങലാശ അങ്ങനെ പോയി. അദ്ദേഹം വന്നിട്ട് 2ാമത് പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പോൾ ഒരു വായ്ത്തേരി പറഞ്ഞു, എന്നാ ഇതൊന്ന് നോക്കുക. എന്താ ചെണ്ട ഡൂറ ഡൂറ നെക്കാൻ ഡൂറ കിട്ടത്തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരി കിട്ടത്തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരി കിട്ടത്തക്ക തരി കിട്ടത്തരി കിട്ട അവിടെ കൈവിട്ട കിട്ടത്തരി കിട്ട അങ്ങനെയാണ് പിടിച്ചു നോക്കാൻ പോകും. അത് 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും വന്നു. അയാൾക്ക് ഒട്ടും പറ്റില്ല, എനിക്കും വന്നു. അങ്ങനെ വന്നു, അങ്ങനെ ഒരു ഇത് വന്നു. അപ്പം അങ്ങനെ കൊട്ടി മണ്ണാടിയാശാൻ എന്താക്കി അപ്പം ചോദിച്ചു. പതികാലം പറഞ്ഞാൽ ചോദിച്ചു. പതികാലം പറഞ്ഞാൽ അത് ഇങ്ങോട്ട് എണ്ണം ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള എണ്ണം കൊട്ടുപോകും. ഞാൻ ഗിറ്റകനക്കാന്നുള്ള എണ്ണം കൊട്ടി കൊടുത്തു. തിരക്കിടൊന്നുമില്ല. ഇനി ആ 4ാം കാലം ഒന്ന് കാണിക്കുമോ? അപ്പോൾ ഞാൻ അങ്ങനെ പെരുങ്ങി. അവനോട് ചോദിച്ചു, എന്താ പെരുങ്ങണേ, എന്താണ് പെരുങ്ങണേ? പാലക്കാടൻ ഭാഷയിൽ എന്താണ് പെരുങ്ങണേ? കണ്ടാൽ തന്നെ ഇത്തിക്കണുണ്ടാളേ എന്താ പെരുങ്ങണെന്ന് വെച്ചാൽ അപ്പോഴാണ് അത് ലേശം തപ്പലുണ്ട്. ചെയ്യൂ നോക്കട്ടെ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊട്ടി. അപ്പോൾ അദ്ദേഹത്തെ താളം പിടിക്കുമ്പോൾ ശരിയാവില്ല. അദ്ദേഹത്തിന് ഇത് വശല്ല, താളം പിടിക്കുമ്പോൾ പഴുതലായിരുന്നു. എന്തായാലും കുറെ കൊട്ടി. ആ എണ്ണ മുഴുവനെ കൈകൊണ്ടുള്ള എണ്ണ കിട്ടത്തേറ്റി അങ്ങനെ മുഴുവനെ കൊട്ടി. താളത്തിൽ കലാശം ഇങ്ങനെ 2 ആൾ കൂടി കാര്യം കഴിച്ചു കൂട്ടി. കൂറോട്ടാ പറഞ്ഞു. അവൻ ചെമ്പക്കൂറിലെ മുറുകിയ ചെമ്പക്കൂറ് കൂട്ടി. അപ്പോൾ മുറുകിയ ചെമ്പക്കൂറാണ് അതേ ഞാൻ പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു ചെമ്പക്കൂറാണ്. അതും കൊട്ടി. ഓരോ എണ്ണം കുട്ടിയപ്പോൾ നിർത്തിക്കൊള്ളാം പറഞ്ഞു.
എത്ര മിനിറ്റ് ഉണ്ടായിട്ടുണ്ടാവും? ഒരു 10 മിനിറ്റ് മാക്സിമം. അത് കഴിഞ്ഞപ്പോൾ പിന്നത്തെ 2 നമ്പർ ചെയ്ത ശിവരാമൻ. അപ്പോൾ ശിവരാമനും ഒപ്പം പഠിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നുണ്ട്. രണ്ടാളും ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയി. അതിൻ്റെ ശേഷം മഞ്ചേരി കഴിഞ്ഞ് എങ്ങനെയായാലും എനിക്ക് അവിടെ ഈ 68 സെലക്ഷൻ കിട്ടി. പഴയ കലാമണ്ഡലം 68 ചേർന്നു. 14 വയസ്സ് കഴിഞ്ഞിട്ടില്ല, എന്നാൽ കഴിയാറായി തന്നെ ഘട്ടത്തില. 68 ഏത് മാസത്തിലാണ് കലാമണ്ഡലം? ജൂണിൽ തുറക്കണ സമയത്ത്. അന്നും അങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതി. അപ്പോൾ പെട്ടി, സത്യം പറയാണ്, പെട്ടി മേടിക്കാൻ കാശില്ലാണ്ട് അച്ഛന് പഴയ പെട്ടി ഒക്കെ എടുത്തിട്ട് അതൊക്കെ പെയിൻ്റ് അടിപ്പിച്ച് ഒരാളെ കൊണ്ടൊക്കെ പെയിൻ്റ് അടിപ്പിച്ച് ദുരിതമാണ്. ഈ മക്കൾ ധാരാളുണ്ടാവുക, ജോലിയൊന്നുമില്ല, വളരെ ഈ ദുരിതം ഞാൻ പറഞ്ഞില്ല, കലാമണ്ഡലത്തിലും ദുരിതമാണ്. അപ്പോൾ അങ്ങനെ ആ പെട്ടിയൊക്കെ പെയിൻ്റ് അടിച്ചൊരു പായും. അപ്പോൾ അവൻ്റെ പറഞ്ഞ് തണുപ്പൊക്കെ ഉണ്ടാവും, ഭാരതപ്പുഴയൊക്കെ അടുത്തുള്ളതല്ലേ, ഈ കൊട്ടപ്പായ ഞാൻ ചോദിച്ചിട്ടില്ലേ, എന്തായാലും അങ്ങോട്ട് പോകാനുള്ള ഒരു പമ്പാണല്ലോ. ചാണകക്കൂടി കിടന്നാലും വേണ്ടി എൻ്റെ വീട്ടിൽ ചാണകക്കൂടിയൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ പാലൊക്കെ വിട്ട്. അപ്പോൾ ഞാൻ എവിടെ കിടന്നാലും ഇതിന് തയ്യാറാണ്. സത്യം ഗുരുവായൂരപ്പനെ എനിക്കല്ല മനസ്സിലത്രയധികം എനിക്ക് ചേണ്ടോട് പഠിക്കണം തന്നെ, കലാമണ്ഡലത്തിൽ പഠിക്കണം. പിന്നെ അവിടെ ഇന്റർവ്യൂ ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ അന്ന് കണ്ട വിഗ്രഹമാണ് നിൽക്കുന്നത്. അവിടെ തന്നെ അല്ല അതുള്ളു, അതൊക്കെ മറന്നു ഞാൻ. പാൻറ്റൊക്കെ അടിച്ച് പാവം ഒരു കരുവാൻ്റെ അടുത്ത് കൊണ്ടുപോയി പെട്ടി, ഒരു ചെറിയ ട്രങ്ക് പെട്ടി, ഒരു പൂട്ടൊക്കെ വെച്ച് ചെറിയ പൂട്ടൊക്കെ സംഘടിപ്പിച്ച് ക്ലാസ് കിണ്ണൊക്കെ ഇട്ട് കാര്യങ്ങളായിരുന്നു. എനിക്ക് ചിലവരൊക്കെ അന്ന് അച്ഛൻ്റെ ആൾക്കാർ സഹായിച്ച് പോകുമ്പോൾ അമ്മോടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ മോനെ അവിടെ പോയിട്ട് അനാവത്തൊന്നും വികൃതി ചെയ്യണം, നീ അതൊന്നും ചെയ്യരുത്, കുട്ടികളുടെ അടുത്ത് എല്ലൂടെ കേട്ടാ, നമുക്കറിയാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മ 15 വയസ്സ് അല്ലേ, 14 കഴിഞ്ഞു എന്ന് പറഞ്ഞു. 7ാം ക്ലാസ് ഇല്ല കേട്ടാ, 7ാം ക്ലാസ് ഇല്ല. അതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. അപ്പോൾ സ്കൂളിൽ പോയിട്ട് കിട്ടിയത് ഈ 6ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആകും തോറ്റതാ. അപ്പോൾ 14 കുടി അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. എത്രാം ക്ലാസ് കഴിയും? 7ാം ക്ലാസ്. അത് ശരി, പാസ്സായില്ല വെച്ചാലും അന്നത്തെ ഇതിൻ്റെ മുകളിൽ നടത്തിയിരുന്നു. എനിക്കതും ഇല്ലേ. അപ്പോൾ ശരിക്കും പറയാ രാജേട്ടൻ കൊട്ടി കാണിച്ചതിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ബലം, തിരുവനന്തപുരത്തെ ഭഗവതന ബലം, എൻ്റെ അച്ഛൻ്റെ എൻ്റെ ആ അർപ്പണ ബോധം, എനിക്ക് പഠിക്കാനുള്ള ചോരം ഏത് സമയത്തും അതന്നെയാണ് ശരിക്കും ഇത് കിട്ടാനുണ്ടായ കാര്യം. ഞാൻ ദിവസേന പോയി ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചൊവ്വയും വെള്ളിക്ക് തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു, മറ്റേ ഞങ്ങളുടെ കുളത്തല വിളിച്ചിരുന്നു. ഇത് പോയി ഇന്റർവ്യൂ കഴിഞ്ഞതിൻ്റെ ശേഷം ദിവസേന ഭഗവതിനെ പോയി അപ്പൊ അവിടുത്തെ അന്നത്തെ ഒരു അഭ്യസന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ആരായിരുന്നു ആശാൻ? അതന്നെ 2 ആശാന്മാരും അന്നേടേശാനും. അതായത് ഞാൻ ചെല്ലേണ്ടത് തലേ കൊല്ലം വെള്ളത്തോളും മരിച്ചു. പുതുവളാശാൻ ഈ സുബ്രഹ്മണ്യരെ അങ്ങോട്ട് മാറുകയും ചെയ്തു. സുബ്രഹ്മണ്യര് മൂപ്പരെ ഡിസ്മിസ് ചെയ്യലുണ്ടായി, അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പം അതുവരെ മെനഡേഷൻ സദനത്തിലായിരുന്നു അത്ര അവനുണ്ടായി. അപ്പോൾ അവിടുന്ന് അതിന് തത്തുല്യ യോഗ്യനായിട്ട് ഒരാളെ കലാമണ്ഡലത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തോട് പോയിട്ട് സദനത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട്, മെനഡേശാനെ വിളിച്ചിട്ടുണ്ട്, ചോട്ടില അച്ഛനുള്ള ആശാനും. അപ്പം ആദ്യം ചെന്നു ദക്ഷിണയൊക്കെ വെച്ച് അച്ഛനുള്ള ആശാൻ ഇത്തിരി ശോഷിച്ചാളാണ്. ഇത് ആശാനാണോ ഇനിയിപ്പോൾ എന്താ ചെല്ലുക എന്നാലും ദക്ഷിണയൊക്കെ വെച്ചു. അപ്പോൾ പരിചയപ്പെടുത്തി, ഇതാണ് അച്ചുണ്ണി പുതുവളാശാൻ, ഇത് മന്നാട് എന്ന് പറയണം. അപ്പം ഞാൻ ഇവിടുത്തെ ഉഷാറല്ലേ, ഞാൻ കണ്ടുണ്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായത് മുണ്ടിയിലാണ്. അതാണ് ആൾ ചേർന്ന് അച്ഛങ്ങനെ പോരുകയാണ്, ഇവരുടെ പോരുക. ഞാൻ അവിടെ നിന്ന് ഉറക്കം വിളിച്ചു. അച്ഛൻ ഞാൻ കെട്ടി പിടിച്ചിട്ടേ അച്ഛനൊരു വാക്ക് പറഞ്ഞു എന്നോട്, എന്താ പറഞ്ഞത്, മോനെ നിൻ്റെ ആഗ്രഹം അച്ഛൻ കഷ്ടപ്പെട്ട് സാധിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പക്ഷെ നീ ഇത് പഠിച്ച് എടുക്കാനായിട്ട് വരുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല. നീ അച്ഛൻ്റെ ദഹിപ്പിച്ച സ്ഥലത്ത് വന്നിട്ടും കുഴിച്ചിട്ട സ്ഥലത്ത് വന്നിട്ടും ചാചാ നന്നായി എന്ന് പറയണേ ഒരു വാക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മുന്നും എൻ്റെ അച്ഛൻ്റെ ഹോർമോണിക്കുന്നത് സഹിക്കുകയാണ്, പറയാൻ വയ്യ, അത് ചെയ്യണേ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അച്ഛൻ അപ്പം ഒന്നും കൂടി കെട്ടി പിടിച്ചിട്ട് വീടാൻ തോന്നുന്നുണ്ട്. ചെയ്യൂ, ഞാൻ ചെയ്തിരിക്കും, ഞാൻ ചെയ്തിരിക്കും, സംശയിക്കണ്ട, ഇന്ന് മേടിച്ചെന്ന് എന്തായാലും ധൈര്യമായിട്ട് ഇരിക്കുക. അപ്പോഴേക്കും ബാലന്തായാലും വന്ന് തരേണ്ട കാര്യമുണ്ട് കേട്ടാ, നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ അമ്മയുടെ ഒരു ആങ്ങളായിട്ട് ഒരു രാമൂട്ടി നായർ ഇടവന, അത് അദ്ദേഹം ഇവര് ഗുരുവായൂർ ഗോപിവേഷം വരണ ഇവരായിട്ട് ഭയങ്കര അടുപ്പാണ്. അപ്പോൾ ഈ രാമൂട്ടി മാമ മുഖാന്തരം ഗോപിയാശാനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രേ, അതെനിക്കറിയില്ല. വളരെ അടുപ്പുള്ള ആളല്ലേ, അത് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു മുപ്പത് അന്നൊരു CG നായരായിരുന്നു അക്കൗണ്ട് ഓഫീസറോ, അത് നിലമ്പൂരുകാരൻ. അദ്ദേഹം ഈ ഗോപിയാശാനായിട്ട് ഭയങ്കര. അപ്പം അതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കി.
ഭയങ്കരമായിട്ട് പോയിരുന്നു. അദ്ദേഹം മുഖാന്തരം ഈ MK രാജയ്ക്ക് ഒരു സപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, മറ്റേ ഇത് അങ്ങനെയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 7ാം ക്ലാസ് അതിലേക്ക് എത്തിച്ചിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്ത് തന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അഭ്യാസത്തിന്റെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? 4 മണിക്കാണ് 4 മണിക്ക് വിളിക്കൊന്നുമില്ല, മണി അടിക്കും. അഭ്യസനം ഉണ്ടായത് പഴയ കലാമണ്ഡലത്തിൽ ഹോളിലാ കിടപ്പ് ഇതൊക്കെ വിരിച്ചിട്ട്. മഴ എന്ന് പറഞ്ഞാൽ പുഴയൊക്കെ അന്ന് ആലോചിക്കാൻ തന്നെ പുഴയിലാ കൂടി. കക്കൂസ് 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ 15 ആളും വിളിച്ചാകുമ്പോൾ കക്കൂസ് മുടച്ചാൽ എന്താ പറയുക, സീനിയോറിറ്റി ഉള്ള കാല. സീനിയർമാർ അത് ചിലവർക്ക് പോയ ഇതൊക്കെ ഉണ്ടേ, അപ്പോൾ അവർ പുറത്തേക്ക് വരില്ല കുറച്ച് കഴിഞ്ഞാൽ. പുക സത്യം കാത്ത് അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പട്ടിപ്പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വയറ് നിറച്ച ആഹാരമില്ല. 3 ചപ്പാത്തി, അത് ജൂനിയർമാർക്ക് 3 ചപ്പാത്തി, മറ്റവർക്ക് സീനിയർമാർക്ക് 4 ചപ്പാത്തി, ഒരു ഡവറ ചോറ. ആ ചോറ വെച്ചാലോ ഭയങ്കര മണ. റേഷൻ കിട്ടിയിട്ട് വേണം, വടക്കാഞ്ചേരിയിൽ നിന്ന് റേഷൻ കൊണ്ടിട്ട് വേണം, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടം 4 മണിക്ക് എണീച്ചിട്ട് 6, 6:30 വരെ സാധനങ്ങൾ ജന്യ കയ്യിലുമ്പിൽ കയ്യൊക്കെ പൂട്ടിയാൽ എക്സ്ക്യൂസില്ല. ഒരു മടുപ്പൊന്നും തോന്നിയില്ല അവിടുത്തെ രാജേട്ടന്? ഈ മോഹത്തിന്റെ ഊക്കൊണ്ട് ഒട്ടൊരു പിന്നാക്കം നിൽക്കണമെന്ന് തോന്നിയില്ല. കാണിച്ചു കൊടുക്കും. അച്യുതനായ സാധനത്തിന് വരിക മിക്കവാറും. അല്ല, ചിലരൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് പലരും അഭ്യാസം നിർത്തിയിട്ട് തിരിച്ചു പോരാനുള്ള മോഹം, ഓടിപ്പോരുക. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ കയ്യൊക്കെ ഇങ്ങനെ പൊട്ടിയാൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ വേണ്ട തൽക്കാലം ഒന്ന് കോലെടുത്തോളാൻ പറയും. പക്ഷെ കോലും പിടിക്കാൻ വയ്യേ, പുളിമുട്ടിയാലേ ഈ പൊട്ടിയിട്ടേ. എന്നാലും ഉപ്പ് എന്നോട് മെഡിറ്റേഷൻ ഒരു സൂത്രം പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ കൈ വയ്യ, തായമ്പ പൊട്ടിക്കണേ. തായമ്പ വെച്ചാൽ ഈ അപകടം നേരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് രണ്ടാളും. ഇടയ്ക്കടി കിട്ടും. അപ്പോൾ നോല് ഒളിച്ചും കൊണ്ട് കൈ കറിയുമ്പോൾ പറയും, സാരല്ല വൈകുന്നേരം ആകുമ്പോൾ ഉപ്പും ഇത് കൂട്ടിയിട്ട് കിഴി കെട്ടുക, എന്നിട്ട് വെളിച്ചെണ്ണ പരത്തിയിട്ട് ഇങ്ങനെ കുത്തിയാൽ മതി. അങ്ങനെ ഞാൻ എന്ത് കഷ്ടപ്പാടുണ്ട് ചണ്ടോട്ട് പട്ടിക്ക് 6 മണി വരെ, 6 ചിലപ്പോൾ 6:30. ഉച്ചലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കളരിയും വിടുമ്പോഴേ ഉച്ചൽ കളരി വിട്ട് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരൊക്കെ വിടുള്ളൂ. മത്തളായാലും ചെണ്ടയിലും പാട്ടായാലും ഒക്കെ തന്നെ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, പിന്നെ റെസ്റ്റാണോ? പിന്നെ മറ്റേ താമസമൊന്നുമില്ല. റെസ്റ്റ് വെച്ചാൽ വിശർപ്പ് വെച്ചാലൊരു സമയം വേണമെങ്കിൽ ആവാം. ചായയും കായൊന്നും ഇല്ലെന്ന്, കഞ്ഞി ഒന്നുമില്ല, അത് ഒരു വസ്തുവില്ല. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് പോകാൻ ആയിട്ടുമില്ല. ധൈര്യം ഒറ്റയ്ക്ക് വിടില്ല, വരണം അല്ലാണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നുമില്ല അർത്ഥം. വേണമെങ്കിൽ ഈ മെസ്സിൽ എടുത്ത് ചുക്കുവെള്ളം കുടിക്കാം, ചൂടുക്കനുണ്ടാവും. അതിപ്പോൾ ചീത്താറാനൊക്കെ എടുക്കുമ്പോൾ എന്നാലും സൂത്രത്തിൽ അവിടെ കുറഞ്ഞ വെച്ചിട്ടുണ്ടാവും. അതിന് മുക്കിയ. പിന്നെ എത്ര മണിക്കാ തുടരുക? പിന്നെ 8:30 വീണ്ടും തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഭക്ഷണം 7:30 7 മണി 7:30 ആകുമ്പോൾ ഒഴിച്ചിൽ കാലം വെച്ചാൽ അന്ന് വേഷക്കാർക്ക് മാത്രമേ നെയ്യിട്ട് കൊടുക്കുള്ളൂ.